Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 3rd August 2022. നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഉഷാറാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നലെയൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴയാണ്, അത് വെള്ളക്കെട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ? മഴയാണ്, അപ്പോൾ സേഫായിട്ടിരിക്കുക. നമുക്കത് അല്ലേ, നമ്മൾക്ക് അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാതെ ഇരിക്കുക എന്നുള്ളതേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അല്ലാതെ മഴയത്ത് നമുക്ക് എന്താ പറയുക അല്ലേ, പ്രത്യേകിച്ചൊരു വേറെ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. സേഫായിട്ടിരിക്കുക എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. അപ്പോൾ എല്ലാ ദിവസവും 8:30-ക്കുള്ള സെഷനാണ്. നമ്മുടെ സെഷൻ്റെ പ്രത്യേകത, നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആൻഡ് വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് as well. നമ്മുടെ ഇന്നത്തെ കോട്ട് ഇതാണ്: ലീഡ് എ ലൈഫ് സിമിലർ ടു എ ഡിക്ഷണറി. എന്താ ഡിക്ഷണറിൻ്റെ പ്രത്യേകത? ഇറ്റ് പ്രൊവൈഡ്സ് മീനിങ് ടു ഓൺലി ദോസ് ഹു ലൈക്ക് ടു റെഫർ യു. അല്ലേ, നമ്മൾ എങ്ങനെ മീനിങ് കൊടുക്കുക? ഡിക്ഷണറി പ്രത്യേകത വെച്ചാൽ ഡിക്ഷണറി കയറി വന്ന് എല്ലാവരോടും വന്ന് മീനിങ് കണ്ടുപിടിക്കുക എന്നൊന്നും പറയുന്നില്ല. വേണ്ടവർ ഡിക്ഷണറി തുറക്കുന്നു, മീനിങ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഫോണിലെ ഡിക്ഷണറി ആയിക്കോട്ടെ, ഓൺലൈൻ ഓഫ്ലൈൻ, ഓർ നമ്മൾ ബുക്ക് ലിറ്ററലി ഒരു ഹാർഡ് കോപ്പി ആയിരിക്കോട്ടെ, അതിൽ നമ്മൾ തുറന്ന് നോക്കി മീനിങ് കണ്ടുപിടിക്കണം. റെഫർ ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രം, റെഫർ ചെയ്താൽ മാത്രം മീനിങ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ? അതുപോലെ ആയിരിക്കണം നിങ്ങൾ. ബി എ ഡിക്ഷണറി, ഒരു ഡിക്ഷണറി ആയി മാറാം. നിങ്ങൾ വന്നിട്ട് ഒരാൾക്ക് റെഫർ ചെയ്തു, നിങ്ങളിൽ നിന്ന് റെഫർ ചെയ്ത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്ന് ഒരാൾ തോന്നി ചോദിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ഡോണ്ട് ടെൽ എവറിത്തിങ് ടു എവറി വൺ. വളരെ ഓപ്പൺ ആക്കിയ ഒരു ബുക്കായിട്ട് ഇരിക്കരുത്. കുറച്ചൊരു നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ച് നമ്മൾ എന്താ പറയുക, ഒരു ഇതുണ്ട്, ലിമിറ്റുണ്ട്. എല്ലാവരോടും എല്ലാം തുറന്നു പറയുന്ന രീതിയിൽ ഇരിക്കരുത്. അത് നമ്മളെ ചിലപ്പോൾ പലപ്പോഴും കൊണ്ടുപോയിട്ട് അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. വേണ്ട. ലീഡ് എ ലൈഫ് സിമിലർ ടു ഡിക്ഷണറി. ആരാണോ റെഫർ ചെയ്യാൻ വരുന്നത്, ആ റെഫർ ചെയ്യുന്നവരെ നോക്കി കണ്ടിട്ട് പ്രൊവൈഡ് ചെയ്താൽ മതി മീനിങ്. ഓക്കെ, സോ ദാറ്റ്സ് എ കോട്ട്. ആലോചിക്കുക, തിങ്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ സെഷൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനലാണ് നമ്മുടെ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സെഷൻ, ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, ബാങ്കിങ്, ഇൻഷുറൻസ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സുപ്രീം കോടതി അസിസ്റ്റൻ്റ് ക്ലാസ്സുകൾ, ദേവസ്വം ബോർഡ് LDയുടെ ക്ലാസ്സുകൾ എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, എക്സാംസിന് അനാലിസിസ് വീഡിയോസ്, അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ്, എക്സാംസിന് ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓൾ ഇൻ വൺ ആണ്. അതുകൂടാതെ നമുക്കൊരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ പേര് Adda247 ആപ്പ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പോയി ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. വളരെ കുറച്ച് MB മതി കേട്ടോ. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, സബ്ജക്റ്റ് വൈസ് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിൻസ് കിട്ടും. അതുപോലെ തന്നെ എക്സാം നോട്ടിഫിക്കേഷൻസ് കിട്ടും, ജോബ് അലേർട്ട്സ് എല്ലാം ഈ ആപ്പിലൂടെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകൾ ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം മറക്കണ്ട. ടെലിഗ്രാം ചാനൽ 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷുവർ ഷോർട്ട് സെലക്ഷനും Adda247 കേരള സെൻട്രൽ എക്സാംസ്. ഈ 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബി എ പാർട്ട് ഓഫ് ക്ലബ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതി ആർട്ടിക്കിൾ വന്നിരിക്കുന്ന 2 ആർട്ടിക്കിൾ, എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കണം, വൊക്കാബുലറി നോക്കണം. പ്രോമിനൻ്റ്ലി ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ജനറൽ അവയർനെസ് നമുക്ക് കൂടുന്നു. കൂടാതെ നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സെഷൻ. കൂടാതെ റൈറ്റിംഗ് എബിലിറ്റി കൂട്ടും. നിങ്ങളുടെ വൊക്കാബുലറി ആൻഡ് ഗ്രാമർ സ്ട്രക്ചർ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂടും. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള സെഷനാണ്. ഓൾ ഇൻ വൺ സെഷനാണ് എഡിറ്റോറിയൽ സെഷൻ. അതിപ്പോൾ UPSC ലെവൽ എക്സാം ആണെങ്കിലും, കേരള PSC ആണെങ്കിലും, SSC എക്സാം ആണെങ്കിലും, ESIC, ഇൻഷുറൻസ് എക്സാം, ബാങ്കിങ്, ദേവസ്വം ബോർഡ് LD എക്സാം, സുപ്രീം കോടതി അസിസ്റ്റൻ്റ് എക്സാം, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം. അതുപോലെ ആർട്ടിക്കിൾസിലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വിടാം. ഇന്ന് 2 ആർട്ടിക്കിൾ, എല്ലാ ദിവസവും പോലെ 2 ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിൾ നമ്മൾ കയ്യിൽ നിന്ന് പണി വാളിയൊരു കേസുണ്ട്. ഇന്ന് അമേരിക്കയും US-ഉം ചൈനയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അവർ തമ്മിലൊരു ടൈപ്പിന് വേണ്ടി വന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അംബാസഡർ, അവരിൽ നിന്ന് പോയ അംബാസഡറിൻ്റെ ഒക്കെ ഒരു രീതിയിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വായിച്ചേ പറ്റുള്ളൂ. ആർട്ടിക്കിളുണ്ട്. ദാറ്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ക്രൈസിസ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ക്രൈസിസാണ്. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചൈനയ്ക്കൊരു പ്രശ്നം ഉണ്ടായാൽ, അമേരിക്കയ്ക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെല്ലാവരും ബാധിക്കും. കാരണം ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 കൺട്രീസാണ് ചൈന ആൻഡ് US. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആൻഡ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വീണ്ടും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ ഒരാളെ കൊന്നു. നമ്മുടെ നേരത്തെ നമ്മുടെ ആരാ പറയുക, പുള്ളിക്കാരൻ്റെ പേര് മറന്നുപോയി,
ഒരുപാട് ടെററിസ്റ്റ് ആൾക്കാരെ അല്ലേ നമ്മൾ മരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ മരിച്ചു, അങ്ങനെ ഒരാളെ പറ്റിയാണ് ഇന്ന് ആർട്ടിക്കിളുള്ളത്. ആൻഡ് ഡെത്തിനെ പറ്റി അല്ലേ, അതിൻ്റെ ഒരു ഡെത്തിനെ പറ്റി, അയാളുടെ മരണത്തെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ്. പുള്ളിക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അതിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ. വളരെ സിമ്പിളായ ആർട്ടിക്കിളാണ്. കൂടുതൽ വൊക്കാബുലറി ഒന്നും അതിൽ തന്നെ ഇല്ല. ഇന്ന് പൊതുവേ വൊക്കാബുലറി വളരെ കുറവാണ്. പക്ഷെ വൺ വേർഡ് ഉണ്ട്, വൺ വേർഡ്സ് ഉണ്ട്, ഫ്രേസൽ വേർബ്സ് ഉണ്ട്, ഇഡിയംസ് ഉണ്ട്. അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമ്മൾ അതെന്തായാലും ഡിസ്കസ് ചെയ്ത് വിടാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ എന്തായാലും നമ്മുടെ ചൈന ആൻഡ് US റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. ആൻഡ് അബൌട്ട് ദ അൺഅവോയ്ഡബിൾ ക്രൈസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വായിക്കാം, തുടങ്ങാം അല്ലേ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സിലോട്ട് പോകാം. ആൻഡ് ഹിയർ വി ഗോ. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും ഉഷാറാണല്ലോ? ഗുഡ് മോർണിംഗ്. യെസ്, തുടങ്ങാം കേട്ടോ. ആദ്യത്തെ ഫ്രേസൽ വേർബ് പിടിച്ച പിള്ളേരെ, ടേക്ക് പ്ലേസ്. സംഭവം നടക്കുക അല്ലേ, സംഭവം നടക്കുക, ടേക്ക് പ്ലേസ്, ഇറ്റ് ടേക്സ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ. സോ ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സംഭവിക്കുക, ഹാപ്പൻ എന്നാണ് ടേക്ക് പ്ലേസ് എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ്. ഓക്കെ, രണ്ടാമത് നോക്കിക്കേ, ആസ് സംബഡി പുട്ട്സ് ഇറ്റ്, ആസ് പൊളസ്കി പുട്ട്സ് ഇറ്റ്. പൊളസ്കി ഇത് പറയുന്ന പോലെ, അതായത് പുള്ളിയുടെ വാക്ക് കടം എടുക്കണം. വി ആർ റെഫറിങ് സംബഡീസ് എക്സാക്ട് വേർഡ്സ്. ഒരാളുടെ എക്സാക്ട് വേർഡ്സ് പറയുകയാണെങ്കിൽ ആസ് ഹീ പുട്ട്സ് ഇറ്റ്, അവൻ പറയുന്നത് പോലെ. സാധാരണ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ പുള്ളി പറയുന്ന അതേ വേർഡ്സ് കോട്ട് ചെയ്യില്ലേ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് എക്സ്പ്രഷനാണ് ആസ് ഇന്ന പേഴ്സൺ. സംബഡിൻ്റെ അടുത്ത് ഇന്ന പേഴ്സൺ പുട്ട്സ് ഇറ്റ്, അയാൾ ഫ്രെയിം ചെയ്യുന്നത് പോലെ, അയാൾ പറയുന്നത് പോലെ. ദാറ്റ് ഈസ് വോർ വി ഗിവ് സംബഡീസ് എക്സാക്ട് വേർഡ്സ്. ഒരാൾ എക്സാക്ട് വേർഡ്സ്, അവരുടെ അതേ വാക്ക് അക്ഷരാർത്ഥത്തിൽ എന്നർത്ഥമില്ലേ, അതിനെയാണ് ആസ് സംബഡി പുട്ട്സ് ഇറ്റ് എന്ന ഫ്രേസിൻ്റെ അർത്ഥം. ആസ് സംബഡി പുട്ട്സ് ഇറ്റ് മീൻസ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അടുത്ത് ഹോളോ ഔട്ട്. ഹോളോ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് നമ്മൾ ഹോളോ ആണെന്ന് പറഞ്ഞു, ഇത് ഇവിടെ മൊത്തം ഹോളോ ആണല്ലോ, ഇത് മൊത്തം ഹോളോ ആണ്. ഇത് മൊത്തം എന്താ പറയുക, നമ്മൾ പറയില്ലേ പൊള്ളയാണ് പറയില്ലേ, ഹോളോ മീൻസ് പൊള്ള അല്ലേ. ഹോളോ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റിമൂവ് ദ ഇൻസൈഡ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു വസ്തു നമ്മൾ എടുക്കണം, അതിൻ്റെ ഉള്ളിൽ മൊത്തം റിമൂവ് ചെയ്തോളയാണ് ഇൻസൈഡ് ഓഫ് സംതിങ്. അതിനാണ് ഹോളോ ഔട്ട് ചെയ്യുക എന്ന് പറയാം. ഹോളോ എന്ന് പറയുമ്പോൾ തന്നെ പൊള്ളയാ. അപ്പോൾ ഹോളോ ഔട്ട് ചെയ്യുക, ഹോളോ ആസ് എ വേർബ്, ഇവിടെ ഔട്ട് ആസ് എ നട്ട് വേർബ്. ഹോളോ ഔട്ട് ചെയ്യുക മീൻസ് റിമൂവ് ദ ഇൻസൈഡ് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അല്ലേ, ഉള്ളിൽ നമ്മൾ എന്താണ് ഹോളോ ഔട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാണ്, ഇൻസൈഡ് റിമൂവ് ചെയ്യണം. അതിനെയാണ് ഹോളോ ഔട്ട് എന്ന് പറയാം. അടുത്ത് നോക്കി, ഓൺ എഡ്ജ്. നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളത്തിൽ പറയും കയ്യാലപ്പുറത്ത് തേങ്ങ. ഇപ്പം അല്ലേ, കയ്യാലപ്പുറത്ത് തേങ്ങ അവസ്ഥ. എന്താ അവസ്ഥ? എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ? ഐ വാസ് ഓൺ എഡ്ജ്. എൻ്റെ അമ്മ ഒന്ന് പറയണ്ട, ഇൻ്റർവ്യൂവിന് മുമ്പ് ബിഫോർ ദ ഇൻ്റർവ്യൂ ഐ വാസ് ഓൺ എഡ്ജ്. അയ്യോ, ഞാൻ കയ്യാലപ്പുറത്ത് തേങ്ങയായിരുന്നു എൻ്റെ അവസ്ഥ. ടെൻഷൻ അടിച്ച് നെർവസായി ഇറിറ്റബിളായി എൻ്റെ അമ്മ എന്നെ കൊണ്ട് പറയണ്ട. ദാറ്റ് ഈസ് ഓൺ എഡ്ജ്. ഒരു ഫ്രേസ് ആണ്, ഓർത്ത് വെച്ചത്. ഓൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള, നെർവസ് ആയിട്ടുള്ള, ഇറിറ്റബിൾ ആയിട്ട് വല്ലാണ്ടൊരു അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഇതിനാണ് പറഞ്ഞത്. ഐ വാസ് ഓൺ എഡ്ജ് ബിഫോർ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? ഐ വാസ് ഓൺ എഡ്ജ്. എൻ്റെ അമ്മോ, അതാണ്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഓൺ എഡ്ജ് എന്ന് പറയാം. നന്ദീഷ, ഗുഡ് മോർണിംഗ്. നന്ദീഷിൻ്റെ ചുമയൊക്കെ കുറഞ്ഞോ? ഡ്രൈ കോഫൊക്കെ കുറഞ്ഞോ? ഉഷാറാണോ ഇപ്പം? അടുത്ത് നോക്കി, വോക്ക് എവേ. എന്താ വോക്ക് എവേ എന്ന് പറഞ്ഞാൽ? വോക്ക് എവേ ഫ്രം സംബഡി, വോക്ക് എവേ ഫ്രം സംവെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്ഥലത്ത് നമ്മൾ വോക്ക് എവേ ചെയ്യുകയാണ്. വോക്ക് എവേ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് പറയില്ലേ, വൈൽ ഐ എം ടോക്കിംഗ് ടു യു ഡോണ്ട് വോക്ക് എവേ. വേണ്ട, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്തിരിഞ്ഞ് നടക്കരുത് എന്ന് പറയില്ല, വോക്ക് എവേ ചെയ്യരുതെന്ന് പറയും. അതപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനീതിമാരോട് പറയും, ഡോണ്ട് വോക്ക് എവേ. വേണ്ട, ഒഴിഞ്ഞു മാറാൻ നീ നോക്കണ്ട, ഒഴിഞ്ഞു മാറുക. ദാറ്റ് ഈസ് വാട്ട് വോക്ക് എവേ ഈസ്. ഒഴിഞ്ഞു മാറുക. ലീവ് എ പ്ലേസ്, എ സിറ്റുവേഷൻ ഓർ എ പേഴ്സൺ. അതായത് വലിയ തട്ടുമുട്ടും ഇല്ലാതെ, വലിയ പ്രശ്നമില്ലാതെ, വലിയ കോൺസിക്വൻസ് ഒന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിനെയാണ് വോക്ക് എവേ എന്ന് പറയാം. വോക്ക് ഒരു പ്ലേസിൽ നിന്നാകാം, ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥയിൽ നിന്നാകാം, ഒരു ആളിൽ നിന്നാകാം. നമ്മൾ എന്ത് ചെയ്യാണ്? വോക്ക് എവേ ചെയ്യുക എന്ന് പറയാറുണ്ട്. ലീവ് എ പ്ലേസ്, സിറ്റുവേഷൻ ഓർ എ പേഴ്സൺ. തട്ടുമുട്ടില്ലാതെ, വലിയ പ്രോബ്ലം ഇല്ലാതെ എസ്കേപ്പ് ചെയ്യുന്നതിനെയാണ് ലീവ്, എസ്കേപ്പ് ചെയ്യുക. അതിനെയാണ് നമ്മൾ വോക്ക് എവേ എന്ന് പറയാം കേട്ടോ. ഓർത്തോണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട എന്ന് പറയില്ലേ, ഡോണ്ട് വോക്ക് എവേ എന്ന് പറയും. സി, ഓർത്ത് വെച്ചാൽ മതിയേ. പെർഫെക്റ്റ്. ഓക്കെ, അത് മതി, കേട്ടാൽ മതി, സന്തോഷം. ഓൺ ദ ഹൊറൈസൺ അല്ലെങ്കിൽ ഓവർ ദ ഹൊറൈസൺ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഫ്രേസ് അഗൈൻ, അതൊരു ഫ്രേസ് ആണ്, പ്രപ്പോസണൽ ഫ്രേസ് ആണ്. ഓൺ ദ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഇമിനന്റ് ആണ്. ദേ ക്ലോസ് ബൈ, ദ അടുത്തെത്തി, സംഭവം അടുത്താണ്. ഇമിനന്റ്, ഇംപെൻഡിങ്, ദാ അടുത്തെത്തി എന്ന് പറയില്ലേ. ഓവർ ദ ഹൊറൈസൺ, ദാ പ്രശ്നം ഇവിടെ. ദ ഫ്ലഡ് ഇസ് ഓവർ ദ ഹൊറൈസൺ. ദാ നമ്മുടെ നാട്ടിൽ മൺസൂൺ വന്നു, ഇതുവരെ മഴ കുറഞ്ഞു, മഴയെല്ലാം കുറഞ്ഞു, വെയിലായി, എല്ലാം സൂപ്പറാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരുന്നപ്പോൾ അതേ വീണ്ടും മഴ പറഞ്ഞു. ഇല്ല മോനെ, ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല, ഐ എം ഓൺ ദ ഹൊറൈസൺ, ദേ ഞാൻ തൊട്ടടുത്ത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നല്ലേ. ഇമിനൻ്റ് ആണ്, ഇംപെൻഡിങ് ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൺ ദ ഹൊറൈസൺ
ഓർ ഓവർ ദ ഹൊറൈസൺ എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തോണം കേട്ടോ. ഇംപെൻഡിങ്, ഇമിനൻറ്റ്. ഓക്കെ, ഇമിനൻ്റ് ആണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. ഇമിനൻറ്റും ഇമനൻറ്റും അല്ലേ, എമിനൻറ്റും ഡിഫറൻ്റ് ആണ് അല്ലേ. എമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എമിനൻ്റ് ഓർത്ത് വെച്ചു, ഇതെല്ലാം പഠിക്കുന്നതാണല്ലേ. നമ്മൾ ഓരോന്നും ഇതാക്കുമ്പോൾ ഓർത്ത് വെച്ചോ. എമിനൻ്റ് എന്ന് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകും. എമിനൻ്റ് എന്ന് പറഞ്ഞാൽ എമിനൻ്റ് പേഴ്സണാലിറ്റി, ഡിസ്റ്റിങ്ക്വിഷ്ഡ് അല്ലേ, പേര് കേട്ട പ്രശസ്തനായ, വെൽ നോൺ, ഡിസ്റ്റിങ്ക്വിഷ്ഡ്. ഓക്കെ, ഡിസ്റ്റിങ്ക്വിഷ്ഡ്, എമിനൻ്റ്. ഇനി അത് എമിനൻ്റ്. അപ്പോൾ നോക്കിയേ, എമനൻ്റോ അല്ല ഇമനൻ്റോ? ഇമനൻ്റ്. ഐക്ക് പകരം അവിടെ ഒന്നേ ഉള്ളൂ, എ ഇട്ട് കൊടുത്താൽ മതി. ഇമനൻ്റ് എന്താ? ഇമനൻ്റ് എന്താ? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള. വാട്ട് ഈസ് ഇമനൻ്റ്? ഇമനൻ്റ് എന്താ? ഇമനൻ്റ് എന്താ പിള്ളേരെ? ഇമനൻ്റ് IMMANENT. ഇമനൻ്റ് എന്താ? എമനൻ്റ് ഇമനൻ്റ് ആണ്. സെയിം സാധനമുള്ളൂ. വിത്തിൻ, അതിലുള്ളത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇൻട്രിൻസിക് ആയിട്ടുള്ളത്. എക്സിസ്റ്റിംഗ് ആണ്, നിലവിലുള്ളത് കേട്ടോ, ഉള്ളിലുണ്ട് എന്ന് പറയില്ലേ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻട്രിൻസിക് ആയിട്ടുള്ള, ഇൻഹറൻ്റ് ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം ഇമനൻ്റ്. മറക്കരുത്, എപ്പോഴും മാറിപ്പോന്ന് കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നതാണ് എമിനൻ്റ്, ഇമനൻ്റ്. പിന്നെ ഒരെണ്ണം കൂടെ, എമനേറ്റ് ചെയ്യുക. എമനേറ്റ്, അതോട് പറഞ്ഞേ. എമനേറ്റ് എന്താണ്? എമനേറ്റ്, വാട്ട് ഈസ് എമനേറ്റ്? എമനേറ്റ് അത് വേർബാണ്. എമനേറ്റ് ചെയ്യുക വേർബാണ്, എമനേറ്റ് വേർബാണ്. മറ്റേത് മൂന്നെണ്ണവും അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. എമനേറ്റ് എന്താ പറഞ്ഞേ? എമനേറ്റ് പറഞ്ഞ എല്ലാവരും. എമനേറ്റ് പറയൂ. ഇൻഹറൻ്റ് പറഞ്ഞല്ലേ. എമനേറ്റ് പറഞ്ഞ. എമനേറ്റ് സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? എമനേറ്റിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. എമനേറ്റ്. നമ്മൾ ഇത് പറയുമ്പോൾ 4 നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. എമനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞു, വേഗം പറഞ്ഞു. എമനേറ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഞാൻ അടുത്തോട്ട് പോകും, നിങ്ങളുടെ സെൻറ്റൻസ് വായിക്കാം, കാര്യങ്ങളൊക്കെ ഉഷാറാവും. പഠിച്ച കാര്യമാണ്, റിവിഷനാണ്. പറഞ്ഞു എന്താ എമനേറ്റ് ചെയ്യുക? ഹീസ് ഓൺ എഡ്ജ് ടുഡേ. ദാറ്റ് ഈസ് ഗ്രേറ്റ് സെൻറ്റൻസ്. As the army had puts it, yes, the camp was brutally attacked. That's great. ബോയ്ക്കോട്ട് എന്നും പറയില്ല മിസ് വോക്കവേക്ക്. ബോയ്ക്കോട്ട് എന്ന് പറയില്ല. ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറയുമ്പം ഇല്ല, നശിപ്പിക്കുക എന്നൊരർത്ഥമാണ് ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറയാം. ഇല്ല ബോയ്ക്കോട്ട് എന്ന് വരില്ല കേട്ടോ നിത്ത, ബോയ്ക്കോട്ട് വരില്ല. യു ക്യാൻ സേ എസ്കേപ്പ് എ പ്ലേസ് ഓർ ലീവ് എ പ്ലേസ് എന്ന് പറയാം. ഡോണ്ട് സേ ബോയ്ക്കോട്ട് വരില്ല. ബോയ്ക്കോട്ട് വേറെ കേട്ടോ. As APJ Abdul Kalam puts it, a small aim is a crime. അത് തന്നെ. ഡ്രീം ഹൈ, പുള്ളിക്കാരൻ പറയല്ലേ, ഡ്രീം അല്ലേ. വിജിത ഓൺ എഡ്ജസ് ഹർ, വിജിത ജിഷ്ണ അവിടെ നിന്ന് കൊടുക്കണം. വിജിത ഈസ് ഓൺ എഡ്ജസ് ഡ്യൂറിങ് ഹെർ IBPS PO എക്സാം എന്ന് പറയാം. വിജിത ഈസ് ഓൺ എഡ്ജസ് അവിടെ കൊടുക്കണം. വേർബ് എവിടെ പോയി? വിജിത ഈസ് ഓൺ എഡ്ജസ് ഡ്യൂറിങ് ഹെർ IBPS അല്ലെങ്കിൽ ഓൺ ഹെർ എക്സാം, IBPS എക്സാമിൻ്റെ സമയത്ത് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. Okay, try to walk away from negative people. Yes, his ignorance drove him into a corner. Okay, Red Prince, good morning. ആരും പറഞ്ഞില്ല എമനേറ്റിന്റെ മീനിങ്, ആരും പറഞ്ഞില്ല. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എമനേറ്റ്? ആരും പറഞ്ഞില്ല. എന്താ പിള്ളേരെ മിണ്ടാത്ത? എന്താ മിണ്ടാത്ത? എമനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമനേറ്റ് ചെയ്യുക. വാട്ട് ഡു യു മീൻ ബൈ എമനേറ്റ്? എമനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എമേർജ് ചെയ്യുക അല്ലേ, ഒറിജിനേറ്റ് ചെയ്യുക, എമേർജ് ചെയ്യുക. അതേ ഒരു പ്രശ്നം. Some problems emanated yesterday. ഇന്നലെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി കേട്ടോ. Some problems emerged yesterday. ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി കേട്ടോ. That is emanate. മറന്നുകൊണ്ടാ. ഇനി drive into a corner. Don't drive me into a corner. വേണ്ട എന്നെ കൊണ്ട് നിർബന്ധിച്ചല്ലേ. നമ്മളെ പെടുത്താ പറയില്ല, ചില നമ്മളെ പെടുത്തും. അതിനെയാണ് നമ്മൾ ഡ്രൈവ് ഇൻടു എ കോർണർ. ഡോണ്ട് ഡ്രൈവ് മീ ഇൻടു എ കോർണർ. ദാറ്റ് മീൻസ് ഡോണ്ട് ഫോഴ്സ് മീ ഇൻടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വേണ്ട, എന്നെ നീ കൊണ്ട് കൊടുക്കല്ലേ. നമ്മൾ പറയില്ലേ, ഞാനിപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാന്നൊക്കെ പറയില്ലേ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ഇഫ് സംബഡി ഡ്രൈവ്സ് യു ഇൻടു എ കോർണർ എന്ന് പറഞ്ഞാൽ നിന്നെ പെടുത്തി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഡ്രൈവിംഗ് യു എന്നൊക്കെ പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യുകയാണ്, നിന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഫോഴ്സ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഡ്രൈവിംഗ് ഇൻടു എ കോർണർ ഓർ ഡ്രൈവ് ഇൻടു എ കോർണർ. ബി ഫോഴ്സ് ഇൻടു എ, അതായത് നമ്മളെ ഫോഴ്സ് ചെയ്യുവാണ്. മേക്ക് സംബഡി ഫോഴ്സ് ഓർ ഫോഴ്സിങ് സംവൺ ഇൻടു എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതിന് നമ്മൾ പറയുന്നവരാണ് ഡ്രൈവ് ഇൻടു എ കോർണർ. മറക്കരുത് കേട്ടോ. ഓക്കെ, വോക്ക് അവേ ഫ്രം അല്ല, he used to walk away in parties due to his unemployment. In parties അല്ല, he used to walk away from parties. കേട്ടോ അനഘ, he used to walk away from parties due to his unemployment. Walk away from anything that gives you negative vibe. That's great. Aspirants are on edge when the syllabus and exam date of the Emerson board exam came. Yes.
All right. I'm always trying to walk away from somebody's advice. കൊള്ളാം. ഉപദേശത്തിൽ ഞാൻ രക്ഷപ്പെടും അല്ലേ? കൊള്ളാം. Don't lose hope. Your success is on the horizon. That's great. Don't lose hope കഴിഞ്ഞിട്ട് കോമ ഇട്ട് കൊടുക്കണേ ഫാത്തിമ. കോമ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണ്. വിജിത ഈസ് ഓൺ എഡ്ജ്. വിജിത ഈസ് ഓൺ എഡ്ജ്. അവിടെയും കൊടുക്കണം. ഡ്യൂറിങ് ഹെർ IBPS എക്സാം. ഡ്യൂറിങ് അവിടെ പോയി ഡ്യൂറിങ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുക ഓൺ ഹെർ എക്സാം കൊടുത്തോ. എക്സാമിൻ്റെ അന്ന് ഓൺ കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡ്യൂറിങ് എന്ന് കൊടുക്കണം കേട്ടോ, മറക്കല്ലേ. As the selling took place, he walked away from his beloved ones. All right, as selling took place. That's great, great, great. Moving on, തീർന്നിട്ടില്ല, അടുത്ത സെറ്റിലോട്ട് പോവാണ്. ഓർത്ത് വെച്ചോണം ഇവിടെ. Take place, as somebody puts it, hollow out, on edge, walk away, on the horizon or over the horizon, drive into a corner. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇമിനൻ്റ് പഠിക്കണം, എമനൻ്റ് പഠിക്കണം, ആൻഡ് എമനേറ്റ് നോക്കണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തോട്ട് പോവാം. നെക്സ്റ്റ് സെറ്റിലോട്ട് പോവാണേ. അവോയ്ഡ് ദോസ് ഫ്രണ്ട്സ് ഹു ഡ്രൈവ്സ് യു ടു ദി കോർണർ. ഡ്രൈവ്സ് യു പറയില്ലല്ലോ അനുശ്രീയെ. എന്ത് കൊടുക്കണം? അവോയ്ഡ് ദോസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് പ്ലൂറലാണ്. അപ്പോൾ ഹൂ കഴിഞ്ഞാൽ ഹൂവിന് തൊട്ട് മുമ്പ്, ഹൂ ഇസ് എ റിലേറ്റീവ് പ്രോനൗൺ, ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണെങ്കിലും അതിന് തൊട്ട് മുമ്പ് കൊടുത്തേക്കുന്ന ആൻറ്റിസിഡൻ്റ് ഏതാ? ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് പ്ലൂറലാണല്ലോ. അപ്പോൾ ഡ്രൈവ്സ് കൊടുക്കരുത്. എന്ന് കൊടുക്കണം അവോയ്ഡ് ദോസ് ഫ്രണ്ട്സ് ഹു ഡ്രൈവ് യു ടു ദ കോർണർ, ഇൻ ടു എ കോർണർ. ഓക്കെ, അങ്ങനെ കൊടുക്കണം കേട്ടോ. മോസ്റ്റ് സ്പീക്കേഴ്സ് ആർ സ്പീക്കിംഗ് സം ടൈംസ് ആസ് famous personalities put it. Yes, most speakers are speaking sometimes. ഒരുമിച്ച് ഒറ്റ വാക്ക്. സംടൈംസ് ഒറ്റ വാക്ക് കേട്ടോ. സംടൈംസ് ഒറ്റ വാക്ക്. Most speakers are speaking sometimes as famous personalities put it. Yes. I always on. I always verb എവിടെ അനഘ? I am always on edge at the hour of my exam. I am always am വേണം അവിടെ. I am always on the edge at the hour of my exam. I am കൊടുക്കാൻ മറക്കല്ലേ. verb is very മുഖ്യം കേട്ടോ. verb വളരെ മുഖ്യമാണ്. verb is the heart of a sentence. verb ഇല്ലെങ്കിൽ ഹൃദയം പോയി. ഹൃദയം ഇല്ലെങ്കിലേ മനുഷ്യർ is dead അല്ലേ? ഓർത്ത് വെക്കുക. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. ലെറ്റ്സ് മൂവ്. അടുത്ത് നോക്കാം. സെറ്റ് ഓൺ എഡ്ജ് ഞാൻ വീണ്ടും എഴുതിയല്ലേ, മൈ ബാഡ്, സോറി. ഇത് നമുക്ക് എന്തായാലും കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ പറ്റിയ അബദ്ധം മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ കോൾ ഓൺ. എന്താണ് കോൾ ഓൺ? ഇന്നിപ്പോൾ നിങ്ങൾ കാണും കോൾ ഓൺ ചെയ്യുക. കോൾ ഓൺ ചെയ്യുക മീൻസ്, കോൾ വെച്ചിട്ട് നമ്മൾ ഒരുപാടുണ്ടല്ലേ, കോൾ ഫോർ, കോൾ ഓൺ ഒക്കെ ഉണ്ടല്ലേ. കോൾ ഓൺ ചെയ്യുക മീൻസ് വിസിറ്റ് ചെയ്യുക ഒരർത്ഥം. വേറൊരു കോൾ ഓൺ ഉണ്ട്. കോൾ ഓണിൻ്റെ അർത്ഥമുണ്ട് മേക്ക് യൂസ് ഓഫ് സംബഡി ഓർ സംതിങ് ആസ് എ സപ്പോർട്ട്, ആസ് എ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഉപയോഗിക്കുകയാണ്. നമുക്കൊരു സഹായം വേണം, അതിന് വേണ്ടി നമ്മൾ ഒരാളെ ഉപയോഗിക്കുകയാണ്. മേക്ക് യൂസ് ഓഫ് സംബഡി ഓർ മേക്ക് യൂസ് ഓഫ് സംതിങ്, അതിനും കോൾ ഓൺ എന്ന് പറയാം. ഓർത്തോട്ടോ. കോൾ ഓൺ രണ്ടർത്ഥം. ഒന്ന് പേ എ വിസിറ്റ് ചെയ്യുക, ഓർ രണ്ടാമത്തേത് അർത്ഥം എന്താണ്? മേക്ക് യൂസ് ഓഫ് സംബഡി ഓർ സംതിങ്, ഒരാളെ ഓർ ഒരു കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ബിക്കോസ് ആസ് എ ഹെൽപ്പ്, നമുക്കത് ഹെൽപ്പ് ആവശ്യമുണ്ട്, സഹായം ആവശ്യമുണ്ട്. അപ്പോൾ സഹായമായിട്ട് നമ്മൾ ഒരാളെയോ ഒരു കാര്യമോ ഉപയോഗിക്കുന്നതിനെ നമുക്ക് കോൾ ഓൺ എന്ന് പറയും. രണ്ടർത്ഥം ഉണ്ടേ, ഓർത്ത് വെച്ചോണം. അടുത്ത് ഗോ ഹെഡ്, മുന്നോട്ട് പോടാ. പ്രൊസീഡ്, കണ്ടിന്യൂ എന്ന് പറയില്ല. ഗോ ഹെഡ്. ഗോ എന്ന് പറയുന്നത് വേർബാണ്. ഹെഡ് ഇസ് അഡ്വേർബ്. ഗോ ഹെഡ്, proceed. Go ahead ചെയ്യാന്ന് പറഞ്ഞാൽ proceed. അപ്പോൾ ഗവൺമെൻറ് go ahead with, went ahead with the procedures, proceeded with the following things like that എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. That is go ahead. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത് ടേക്ക് ഓവർ. ടേക്ക് ഓവർ ചെയ്തു അല്ലേ. The company was taken over by the so called ഇന്ന ആൾക്കാർ എന്നൊക്കെ പറയില്ലേ. So take over means assume control അല്ലേ. അധികാരം എടുക്കുക അല്ലെ, അധികാരം പിടിച്ചെടുക്കുക. അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്. ടേക്ക് ഓവർ ചെയ്തു അല്ലേ. ബിസിനസ് വാസ് ടേക്കൺ ഓവർ ബൈ എന്ന് പറയില്ലേ, ബൈ ദ എൽഡർ സൺ ഓഫ് ദി മാനേജർ എന്നോ സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. അടുത്ത ടേൺ ഔട്ട്. ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി കറക്റ്റ് ഓർ സംതിങ്. ഇങ്ങനെയായി ഇറ്റ് പ്രൂവ് ടു ബി ദ കേസ്. ഇങ്ങനെയായി മാറി, ഇന്നൊരു രീതിയിലായി മാറുക, അതിനല്ലേ ടേൺ ഔട്ട് എന്ന് പറയാം. ടേൺ ഔട്ട് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നൊരു രീതിയിലാവുക, ടു പ്രൂവ് ടു ബി ദ കേസ്, ഇങ്ങനെയായി മാറുക. അല്ലെങ്കിൽ ടേൺ ഔട്ടിൻ്റെ വേറൊരു അർത്ഥം എന്താണ്? നമ്മൾ പറയില്ലേ സ്വിച്ച് ഓഫ് ചെയ്യുക. ലിറ്ററലി ടേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന എപ്പോഴാണ്? ലൈറ്റ് സോഴ്സിന് നമ്മൾ ഓഫ് ചെയ്യുന്നതിനാണ് ടേൺ ഔട്ട്. വേറെ ഒന്നുമല്ല, ലൈറ്റ് സോഴ്സ്. നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ടേൺ ഔട്ട് ചെയ്യാൻ പറയും. ടി വിയുടെ അല്ല, ലൈറ്റിൻ്റെ സോഴ്സ്, ലൈറ്റ് സോഴ്സ് കേട്ടോ. ലൈറ്റ് സോഴ്സ് ഓഫ് ആക്കുന്നതിന് നമുക്ക് ടേൺ ഔട്ട് ചെയ്യാന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ടേൺ ഔട്ടിൻ്റെ ഒരർത്ഥം പ്രൂവ് ടു ബി ദ കേസ്, രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. അടുത്ത് നോക്കിയേ, ക്യാരി ഔട്ട്. എന്താ ക്യാരി ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ദ ഓർഗനൈസേഷൻ ക്യാരീസ് ഔട്ട് ഇന്നത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയാറില്ലേ. പെർഫോം ചെയ്യുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ്, കണ്ടക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ക്യാരി ഔട്ട് ചെയ്യുക അല്ലെ. പെർഫോം ചെയ്യുക അല്ലെ. ക്യാരി ഓൺ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ക്യാരി ഔട്ട് ചെയ്യുക, പെർഫോം ചെയ്യുക. ഓർത്തോണ്ടേ ക്യാരി ഔട്ടും ക്യാരി ഓണും ഓർത്തിച്ചോണം. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ ക്യാരി ഓൺ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ. ക്യാരി ഓൺ,
കണ്ടിന്യൂ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ, കണ്ടിന്യൂ. അപ്പോൾ ക്യാരി ഔട്ട് മീൻസ് പെർഫോം. നമ്മളെപ്പോഴും പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ് അല്ലേ. ശ്രീറാം, ഗുഡ് മോർണിംഗ്. ന്യൂ സ്റ്റുഡൻ്റ് ആണോ? വെൽക്കം ടു ദ ക്ലബ്. വെൽക്കം കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്, എല്ലാ ദിവസവും ഉള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ ഇവിടെ കിട്ടും കേട്ടോ ശ്രീറാം. വെൽക്കം ടു ദ ക്ലബ്. ഓക്കെ, പറയാം. ഐ എം ഓൺ എഡ്ജ് പറഞ്ഞല്ലേ, ഓൾ റൈറ്റ്. നോക്കട്ടെ. യെസ്, മോസ്റ്റ് സ്പീക്കേഴ്സ് പറഞ്ഞു, സംടൈംസ് പറഞ്ഞത് വരെ പറ്റിയിരുന്നു. എന്നിട്ട് a few youngsters have driven into corners by terrace. Have driven. ഷൈനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് യങ്സ്റ്റേഴ്സ് കോർണറിലേക്ക് ഡ്രിവൺ ചെയ്യപ്പെട്ടു എന്നാണ്. പാസീവ് വോയിസ് അല്ലേ, അപ്പോൾ എന്ത് കൊടുക്കണം? a few youngsters have been driven into corner by terrace. have been വേണം, ഇല്ലെങ്കിൽ അത് തെറ്റും. പാസീവ് വോയിസ് കൊടുക്കണം. ഒന്നുകൂടി പറഞ്ഞുതരാം. കുറച്ച് യങ്സ്റ്റേഴ്സ് കോർണറിലേക്ക് ഡ്രിവൺ ചെയ്യപ്പെട്ടു എന്നാണ് ഷൈനി ഉദ്ദേശിക്കുന്നത്. അതായത് പാസിവൈസേഷൻ, അതായത് ടെററിസ്റ്റ് ഡ്രൈവ് ചെയ്തു അവരെ അല്ലേ, അപ്പോൾ അത് പാസീവ് അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കണം? പ്രസന്റ് പെർഫെക്റ്റിന് നമ്മൾ എന്ത് കൊടുക്കണം? ഹാവിൻ്റെ കൂടെ ബീൻ ഇട്ട് കൊടുത്താൽ മതി. a few youngsters have been driven into corner by terrorists. ഓർത്തോണം കേട്ടോ. ഓക്കെ, SSCക്ക് വരുന്ന എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഹിന്ദി എഡിറ്റോറിയൽ നിന്നായിരിക്കും. യെസ്, മോസ്റ്റ് പ്രോബബ്ലി എല്ലാം തന്നെ അതെ കേട്ടോ. അത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ ഗ്ലാഡ്വിൻ എന്താ അത് പറയാൻ കാരണം എന്നറിയാം. PYQ ഇപ്പം നന്ദീഷിനോട് ചോദിച്ചു നോക്കിയേ, അല്ലെങ്കിൽ ഫാത്തിമ ഷിറിനോട് ചോദിച്ചു നോക്കിയേ, ഇവരെല്ലാം ഇതിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ലൈവിൽ ഇപ്പോൾ ഉള്ള കുട്ടികളാണ്. അവരെല്ലാം പോയി ഇപ്പോൾ നമ്മുടെ ഫേസ് 10 എക്സാം എഴുതി, അതുപോലെ തന്നെ MTS എക്സാം എഴുതി, CHSL എക്സാം അതിന് മുമ്പ് എഴുതിയവരുണ്ട്, ഹരി, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ. ഇവരെല്ലാവരോടും ചോദിച്ചു നോക്കിയേ, എല്ലാ PYQസും വരുന്നത് ഈ പറയുന്ന സെൻട്രൽ എക്സാംസിലെല്ലാം തന്നെ വരുന്ന സെൻട്രൽ എക്സാംസാണ്. ഇപ്പോൾ PSCക്കും അതെ ഹിന്ദു എഡിറ്റോറിയൽ നിന്നാണ് വരുന്നത്. സോ യു ക്യാൻ എന്താ പറയുക, യു ക്യാൻ റിയലി ട്രസ്റ്റ് ഹിന്ദു എഡിറ്റോറിയൽ ഫോർ ദ വൊക്കാബ്, ഗ്രാമർ സ്ട്രക്ചേഴ്സിനൊക്കെ കേട്ടോ. ധൈര്യമായിട്ടിരുന്നു, അക്കാര്യത്തിൽ പേടിക്കേണ്ട. ദാറ്റ്സ് മൈ വേർഡ്, വിശ്വസിക്കാം. ഓക്കെ. ഹിസ് പാഷൻ ഇസ് ഫോട്ടോഗ്രാഫി, ബട്ട് പേരൻസ് ഡ്രൈവ് ഹിം ഇൻ ടു എ കോർണർ ബൈ അഡ്മിറ്റിംഗ് ഹിം ആസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. അങ്ങനെ കൊടുക്കണം കേട്ടോ പാർവതി, ചെറിയൊരു തിരുത്തുണ്ടേ. ഹിസ് പാഷൻ ഇസ് ഫോട്ടോഗ്രാഫി, ബട്ട് ഹിസ് പേരൻസ് ഡ്രൈവ് ഇതല്ലേ, ഡ്രൈവ്സ് ഹിം, പേരൻസ് അല്ലേ, ഡ്രൈവ് ആണ്, യെസ്, ഡ്രൈവ് ഹിം ഇൻ ടു എ കോർണർ ബൈ അഡ്മിറ്റിംഗ് ഹിം, അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അല്ലേ, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുവാണ്. ബൈ അഡ്മിറ്റിംഗ് ഹിം ആസ് ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. കാരണം ബൈ അഡ്മിറ്റഡ് വരില്ല, ബൈ പ്രിപ്പോസിഷനാണ്, പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വരണം. ഒബ്ജക്റ്റ് ആയിട്ട് വേർബിനെ എങ്ങനെ ആക്കാം? ING ഫോം ഇടുക, ജെറൻഡ് ഇട്ട് കൊടുത്താൽ ബൈ അഡ്മിറ്റിംഗ് ഹിം ആസ് ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് കൊടുക്കണം കേട്ടോ പാർവതി. The company went ahead with their new policies. That's great. The British has taken over India centuries ago. Yes. Pravi, good morning. He took over program അല്ല, he took over the program. അതിലെ ഏത് പ്രോഗ്രാമാ? The program. Significant ആയിട്ട് കാര്യം, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. He took over the program. ഈ പ്രോഗ്രാം അങ്ങേര് കൺട്രോൾ ഏറ്റെടുത്തു അല്ലേ. യെസ്. After being attacked the mob അല്ലല്ലോ, after being attacked by the mob അല്ലേ. After being attacked by the mob, by വേണം അവിടെ ഷമാസെ, he called on his uncle കേട്ടോ. After being attacked by the mob, he called on his uncle. This session turned out better in English. This session turns out, ഗുരുദാസെ സെഷൻ സിംഗുലർ അല്ലേ, അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കണ്ടേ. This session turns out better in English. Okay. Studying well to carry out your exam. study well അല്ല കൊടുക്കണ്ടേ. ജിഷ്ണ പറയുമല്ലേ, ഇറ്റ്സ് ലൈക്ക് ഒരു അഡ്വൈസ് ആകാം, സജഷൻ ആകാം. സ്റ്റഡി വെൽ, നന്നായി പഠിക്ക്, ടു ക്യാരി ഔട്ട് യുവർ എക്സാം, ടു പെർഫോം യുവർ എക്സാം കൊടുക്കട്ടോ. സ്റ്റഡിങ് വെൽ അല്ല, സ്റ്റഡി വെൽ കൊടുക്കണേ. സോനൽ, ഗുഡ് മോർണിംഗ് കേട്ടോ. സ്റ്റഡി വെൽ, ജിഷ്ണ മറക്കല്ലേ. He took over the administration of the company without any hesitation. Without ഒറ്റ വാക്ക് പ്രവി, ഒറ്റ വാക്ക്. He took over the administration of the company without any hesitation. You can call on all the available resources for your preparation. That is great. The BJP in Maharashtra called on Eknath Shinde to topple the Uddhav Thackeray government. Yes. They carry out a seminar on nutrition. That is great. The company name Spark was Jishna, the company name Spark was go ahead ആണോ? പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമെന്നല്ല, വാസ് ഗോയിങ് അഹെഡ് എന്ന് കൊടുത്തോ കേട്ടോ. ING കൊടുത്തോ, അല്ലെങ്കിൽ പണിയോ വാളും. The company name Spark was going ahead, was proceeding എന്ന് കൊടുക്കാം. Hindu analysis daily practice is called on to score high marks in exams. Yes, it is used. It is used as a help. The government went ahead with new strategy as management was on edge. That is great. I somehow turned out the program. So it turned out the problem. Okay. She turned out to be the real heroine after the event. That is great. The program turned out to be
worthful, worthy, turn out to be worthful അല്ല കേട്ടോ, worthy കേട്ടോ, worthy ആണ് പറയുന്നത്. പോസിറ്റീവ് സാഹോ മീഡിയ ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ, കുറച്ച് ദിവസമായി തോന്നുന്നു ഇപ്പം കണ്ടിട്ട്. ഞാൻ ഏതോ എനിക്ക് 3 PM സെഷനിൽ കണ്ടിരുന്നു, ഇന്നലെ ഒന്നും എഡിറ്റോറിയൽ കണ്ടില്ലല്ലോ നിങ്ങളെ കുറച്ച് പേരെ. ദ പ്രോഗ്രാം ടേൺ ഔട്ട് ടു ബി worthy കേട്ടോ, worthy ആണ്, worthful അല്ലേ, worthy for all the participants കേട്ടോ. Event management group carried out the wedding ceremony beautifully. That's great. From 2018 onwards, SSC exams carried out by TCS. SC exams are carried out. Verb അനക്കാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, verb is missing. Verb മിസ് ചെയ്യുമ്പം ഓക്സിലറി വെർബ് ഇല്ലെങ്കിലും പണി പാടും അല്ലേ. SC exams are carried out. എക്സാംസ് 2018 മുതൽ SC exams are carried out by അല്ലേ, are carried out by TCS. Ranil Wickremesinghe took over the new president അല്ല, പ്രസിഡന്റിനെ took over ചെയ്തെന്നല്ലോ, presidency, took over the new presidency of Sri Lanka കൊടുക്കണം കേട്ടോ. നന്ദിഷ took over, sorry, took over as ഉണ്ട് അവിടെ, ഞാൻ ആസ് കണ്ടില്ല, ശരി, കറക്റ്റാണ്, സോറി, took over as the new president of Sri Lanka. Great. Our prime minister calls on the Kashi visit the Kashi കൊടുക്കില്ലേ പ്രവീത്, ദ കാശി കൊടുക്കില്ല. കാശി ഇസ് എ പ്ലേസ്, പ്രോപ്പർ നൗൺ ആണ്, പ്രോപ്പർ നൗണിനോട് ഒരിക്കലും നമ്മൾ ദ കൊടുക്കില്ല, 2 ദയും വിട്ടുകളാം, നോട്ട് ദ. ആർ പ്രൈം മിനിസ്റ്റർ കോൾസ് ഓൺ കാശി ടുഡേ. ഓക്കെ, കേട്ടോ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്യാരി ഔട്ട് മെഡിക്കൽ ചെക്കപ്സ്. യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് വേണം, അല്ലെങ്കിൽ ബോഡി എപ്പോഴാണ് ഡൗൺ ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല. റിൻറ്റു മാം grinded on carrying out quality sessions despite of her she being under weather. എടാ ക്ഷമാസെ, ഡെസ്പൈറ്റിനോട് ഓഫ് വരുമോ? ഇൻസ്പൈറ്റ് ഓഫ് ആൻഡ് ഡെസ്പൈറ്റ് മാത്രം അല്ലേ, നമ്മൾ ഡെസ്പൈറ്റിനോട് ഓഫ് വരില്ലെന്ന് പഠിച്ചതാണ്. സംഭവം ശരിയാണ്, ഓഫ് മാത്രം വിട്ട് കളഞ്ഞാൽ മതി. റിൻറ്റു മാം ഗ്രൈൻഡഡ് ഓൺ carrying out quality sessions despite she being under weather. ഷീന്നും വേണ്ട, ഷീ വേണ്ട കേട്ടോ, അവിടെ ഷീ കൊടുക്കണം, ഡെസ്പൈറ്റ് പ്രപ്പോസിഷൻ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഹെർ ബീങ്, യെസ്, വെരി ഗുഡ്, അവിടെ കൊടുക്കരുത്, ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. despite her being under weather. That is great sentence. ഓഫ് വേണ്ട, ഡെസ്പൈറ്റിനോട് ഓഫും വേണ്ട കേട്ടോ, അത് ഓർത്തോണം. ഡെസ്പൈറ്റിനോട് ഓഫില്ല, ഇൻസ്പൈറ്റ് ഓഫ് വരത്തുള്ളൂ. That is important. He can carry out his responsibilities in a proper way. Of course he can. അല്ലേ, Savahiri was died last day that had taken over Al-Qaeda after reigning of Ladan. Yes. ഒരു കാര്യം, Savahiri was died? No. Savahiri was dead എന്ന് കൊടുക്കണം. നീ കൊടുക്കുന്നത് അഡ്ജക്റ്റീവ്, ഡെഡ് എന്ന അഡ്ജക്റ്റീവ് ആണെങ്കിൽ വാസ് ഡെഡ് കൊടുത്തു, ദാറ്റ് ഈസ് റൈറ്റ്. ഇല്ലെങ്കിൽ സവഹിരി ഡൈഡ് ലാസ്റ്റ് ഡേ, വാസ് കൊടുക്കല്ലേ. സവഹിരി died last day that had taken over Al-Qaeda after, that hadum പറയരുത്, that has, അത് കഴിഞ്ഞിട്ടല്ലേ, that has taken over Al-Qaeda after reigning of Ladan. ഓക്കെ, അപ്പോൾ നോക്കണേ, ഡൈഡ് ഒന്നെങ്കിൽ വെറും ഡൈഡ് അല്ലെങ്കിൽ വാസ് ഡെഡ്. അഡ്ജക്റ്റീവ് കൊടുക്കണോ വേർബ് കൊടുക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാം ഗുരുദാസേ, 2 രീതിയിൽ, വാസ് ഡെഡ് ഓർ ഡൈഡ് കേട്ടോ, ഓർക്കാം. കേരള ഗവൺമെന്റ് കോൾഡ് ഓൺ ഫിഷർമെൻസ് അല്ല, ഫിഷർമെൻസ് ഇല്ലേ, ഫിഷർമെൻ അനുപേ, മാനിന്റെ പാസ്റ്റ് ടെൻസ് മെൻ ആണ്, പിന്നെ മെൻസ് വേണോ, വേണ്ട, എന്ന് കൊടുക്കണം. കേരള ഗവൺമെന്റ് കോൾഡ് ഓൺ ഫിഷർമെൻ for rescuing people who trapped by, for rescuing people who were trapped by flood, for rescuing people who were trapped by, കേട്ടോ, കൊടുക്കണേ. ഒന്നുകൂടി പറയാം, കേരള ഗവൺമെന്റ് കോൾഡ് ഓൺ ഫിഷർമെൻ, മെൻസ് വേണ്ട, എസ് കട്ട് ചെയ്യുക, മെൻ ഫോർ റെസ്ക്യൂയിങ് പീപ്പിൾ ഹൂ വെർ ട്രാപ്ഡ് ബൈ ഫ്ലഡ്. ഓക്കെ, അടുത്ത് 1 വേർഡ് പിടിച്ച പിള്ളേർ, ഇന്നത്തെ 1 വേർഡാണ്. 1 വേർഡ് ഫോർ ദ ഡേ, ടെക്നോക്രാറ്റ്. ആരായി ടെക്നോക്രാറ്റ്? നമ്മൾ കേട്ടിട്ടുണ്ടോ, ഓട്ടോക്രാറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഓട്ടോക്രാറ്റ്, പ്ലൂട്ടോക്രാറ്റ്, ഒരുപാട് പ്ലൂട്ടോക്രസി അല്ലേ, അതുപോലെ എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, ഓട്ടോക്രസി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ക്രാറ്റ് നോക്കിയ ടെക്നോക്രാറ്റും, ക്രാറ്റ് ഇസ് ഫോർ നമ്മുടെ ആധിപത്യം, അതോറിറ്റി എന്നാണ് അർത്ഥം. ക്രാറ്റ് ഇസ് ഫോർ അതോറിറ്റി, ടെക്നോം ഇസ് ഫോർ ടെക്നോളജി. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരാളെ നമുക്ക് വിളിക്കാം ടെക്നോക്രാറ്റ് എന്ന് വിളിക്കാം. എ പേഴ്സൺ വിത്ത് ഓർ ടെക്നിക്കൽ എക്സ്പേർട്ട്, ടെക്നോളജിക്കലി എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ, or a technical expert exercising managerial authority യൂസ് ചെയ്യുന്ന
ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടാണ്. ഇപ്പം നമുക്ക് വളരെ മേ ബി ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആയിട്ടൊരു പേഴ്സണാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, മാനേജറിയൽ ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ അതോറിറ്റി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ദാറ്റ് പേഴ്സൺ. പൊളിറ്റിക്കൽ സിനേരിയോയിലുള്ള ഒരാളാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് എ ടെക്നോക്രാറ്റ്. ഓർത്ത് വെച്ചോണേ, ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എക്സ്പേർട്ട് എക്സസൈസിങ് മാനേജറിയൽ അതോറിറ്റി. അതിനെയാണ് ടെക്നോക്രാറ്റ് എന്ന് വിളിക്കുക. ഓർത്ത് വെച്ചോണം കേട്ടോ, ടെക്നോക്രാറ്റ്. ഓക്കെ, ടെക്നോക്രാറ്റ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വൺ വേർഡ് ഫോർ ദ ഡേ. മറക്കണ്ട. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? Yeah. She carried out the seminar well, hence her tutor assigned her new work. That is great, Sharon. He can go ahead with his duties. Pravi, with his. Verum duties or his duties alla. With his. Ahead adverb aanu. Preposition kodukka avade. With his duties. Keto. He can go ahead with his duties. Yeah. Bureaucracy undalle. Plutocrat undu. Bureaucrat undu. Le. Technocrat undu. Autocrat undu. ഒരുപാട് ക്രാറ്റുകൾ ഉണ്ട് അല്ലേ? Be cautious when you mess with him. He is a technocrat. He's a technocrat here. സൂക്ഷിച്ചോ, പുള്ളി അല്പം പെശകാണ്, പുള്ളിക്ക് നല്ല വിവരം അല്ലേ? ടെക്നോക്രാറ്റാണ് പുള്ളിക്കാരൻ അല്ലേ? ഹീസ് എ ടെക്നോക്രാറ്റ്. യെസ് പിള്ളേരെ, ലൈവിൽ 50+ സ്റ്റുഡൻസ് ഉണ്ട്. യു നോ വാട്ട് ടു ഡു. ലൈവ് വ്യൂവേഴ്സ് എന്ത് ചെയ്യണം? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട ഈ സെഷൻ അല്ലേ, നമ്മളെല്ലാവരും ഉപകാരപ്പെടുന്ന പോലെ നമ്മുടെ സെഷൻ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. ഓക്കെ, പോവാം, അടുത്ത സെറ്റിലോട്ട് പോട്ടെ. അപ്പം ഇതുവരെ ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ മറ്റ് വേർഡ്സിലോട്ട് പോകാം കേട്ടോ. മറ്റ് വേർഡ്സിലോട്ട് പോകാം. നോക്കട്ടെ വീണ്ടും. Shivahiri was dead last day. That has taken over Al-Qaeda after reigning of Ladan. Great Gurdas. In 2024, Olympics is going to carry out in Paris. Yes. അത് സെറ്റ്. 2021 കറക്റ്റ് കൊടുക്കുകയാണല്ലേ, ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഒളിമ്പിക്സ് ഈസ് ഗോയിങ് ടു ക്യാരി ഔട്ട് ഇൻ പാരീസ്. യെസ്, ഗ്രേറ്റ്. He's a technocrat as well as a believer of our traditions. Great. Moving on പിള്ളേരെ, 17% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പോൾ കാര്യം മറക്കണ്ട. എൻ്റെ കോഡ് മറക്കണ്ട. കൂപ്പൺ കോഡ് യു ക്യാൻ യൂസ് ഏതാണ്? Y314. Y314 കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടിൽ നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ കോഴ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സുപ്രീം കോർട്ട് അസിസ്റ്റന്റിന്റെ കോഴ്സ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പേപ്പർ കൂടാതെ ടെസ്റ്റ് സീരീസ് ഈ ബുക്ക് എല്ലാം അടങ്ങുന്ന കോഴ്സ് അവൈലബിൾ ആണ് സ്റ്റോറിൽ. 3400 രൂപയാണ് കോഴ്സ് ഫീ. സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 14 ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി 3 ക്ലാസ്സുകളുണ്ട്. 2, 5, 8 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മടിച്ചു നിൽക്കണ്ട, വേഗം ഒന്ന് ജോയിൻ ചെയ്യുക. വിൽ ഗിവ് യു എ ഗ്രേറ്റ് മെന്റർഷിപ്പ്. ഓക്കെ, സപ്പോർട്ട് ആൻഡ് മെന്റർഷിപ്പ് നമ്മുടെ ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ SSCയുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ച് ഇപ്പോഴും അവൈലബിൾ ആണ്. ജൂലൈ 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ക്ലാസ്സുകളില്ല, വീക്ക്ലി 4 ആണ്. മൺഡേസിൽ, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് ആണ്. 2400 രൂപ കോഴ്സ് ഫീ. ഈ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ചിന് 5 മാസം നമ്മുടെ കോഴ്സ് കേട്ടോ. കാര്യം വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ SSC ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പഠിച്ചു വിടും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് CGL, CHSL, MTS ഒക്കെ നമുക്ക് സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് 1 മന്തോളം കിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ബാച്ച് ഫോർ യു. അത് നല്ലൊരു എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ചെയ്ത് ഇത്തവണ SSC ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരേ ഒരു കാര്യമുള്ളൂ, ബി വിത്ത് us, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നേടിയെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സെഷനാണ് നമ്മുടെ SSC ബാച്ച്. ജോയിൻ ചെയ്യാനുള്ളവർ വേഗം ജോയിൻ ചെയ്യാം. 3 മണിക്കും 6:30 2-1.5 മണിക്കൂർ ക്ലാസ്സുകളാണ്. ആഴ്ചയിൽ 4 ദിവസം, മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ്. കോഡ് അറിയാലോ, നിങ്ങൾ C ഓഫേഴ്സ് കൊടുക്കുക. നേരത്തെ ബൈ കൊടുക്കരുത്, C ഓഫേഴ്സ് കൊടുക്കുക. അവിടെ എൻ്റെ കൂപ്പൺ കോഡ് കൊടുക്കും. ആ എൻ്റെ കൂപ്പൺ കോഡിൽ നമ്മുടെ ഫാക്കൽറ്റി കോഡ് കൊടുക്കുക. Y314 Y314 അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോക്കി പിള്ളേരെ, യു വിൽ ഗെറ്റ് ദി ഡിസ്കൗണ്ട്. വേണ്ട ഡിസ്കൗണ്ട് 17% കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ വേർഡ്സ് പഠിച്ചോ. എസ്കലേഷൻ, എസ്കലേറ്റ് ചെയ്യുക, ഉയരുക അല്ല, ഭയങ്കര റാപ്പിഡ് ഇൻക്രീസിനെയാണ് എസ്കലേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ എസ്കലേഷൻ എന്ന് പറയുമ്പോഴോ അതിൻ്റെ നൗൺ ഫോർമുലേഷൻ. എസ്കലേറ്റ് നമുക്കറിയാം, എസ്കലേറ്റ് വേർബെങ്കിൽ എസ്കലേഷൻ നൗൺ ആണ്. എസ്കലേറ്റ് വേർബ് അല്ലേ? അപ്പോൾ എസ്കലേഷൻ, റാപ്പിഡ് ഇൻക്രീസ്, റൈസ്, ഹൈക്ക്, അഡ്വാൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഇസ് ആഫ്റ്റർമാത്ത്. എന്താ ആഫ്റ്റർമാത്ത് എന്ന് പറഞ്ഞാൽ? അനന്തരഫലം, ആഫ്റ്റർ എഫക്ട്, റെപ്പക്കഷൻ, കോൺസിക്വൻസ്, ഔട്ട്കം എന്നൊക്കെ പറയുന്നില്ലേ, ദാറ്റ് ഈസ് ആഫ്റ്റർമാത്ത്. കോൺസിക്വൻസ്, റിസൾട്ട്, ഔട്ട്കം, റെപ്പക്കഷൻ, ആഫ്റ്റർ എഫക്ട് എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് ആഫ്റ്റർമാത്ത്. ഓർത്ത് വെച്ചോണം. പെറിഷ്, വാട്ട് ഈസ് പെറിഷ്? പെറിഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കാണാൻ പറ്റും, ദോസ് ഹു പ്ലേ ബൈ ഫയർ വിൽ പെറിഷ് ബൈ ദംസെൽസ്, സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ചൈനയോട് കളിച്ചാലേ, തീ കളിച്ച നിങ്ങൾ തീ കൊണ്ട് പൊള്ളൽ ഏറ്റും എന്നുള്ളൊരു യൂസിന് വളരെ എന്താ പറയുക ഫേമസ് ആയ ഒരു കോട്ട് ഇന്ന് വന്നിട്ടുണ്ട്.
If you play by the fire, you'll perish by yourself എന്നൊരർത്ഥം. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ഇന്നത്തെ ആർട്ടിക്കിൾ അതുണ്ടാവും കേട്ടോ. പെറിഷ് എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്യുക, ഫോൾ ചെയ്യുക, എക്സ്പയർ ചെയ്യുക, റോട്ട് ചെയ്യുക, ഡീകേ ചെയ്യുക, സ്പോയിൽ ചെയ്യുക. പെറിഷ് ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതാണ് പെറിഷ് കേട്ടോ. വിനു, ഗുഡ് മോർണിംഗ്. താമസിച്ചല്ലോ. He was a veteran technocrat, experienced technocrat. That's great. His technocracy struck the chord of management and they surprised him with a windfall. That is great. Arathi, good morning. Yes, late ആയി പോയി. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ നന്ദന? ഇറ്റ്സ് ഓക്കെ, മഴയൊക്കെ അല്ലേ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. കൃഷ്ണാഞ്ജന, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. US missile cuts off Savahiri. Yes. അല്ലേ? The minister visited the region in the immediate aftermath of the disaster. Okay, great. അടുത്ത നോക്കിയേ. In the region in the immediate aftermath, as an aftermath കൊടുക്കണം കേട്ടോ. As the immediate aftermath of the disaster എടുക്കണേ നന്ദന. എങ്ങനെ കൊടുക്കണം? Minister visited the region as the immediate aftermath. അതിന്റെ റിപ്പർക്കഷൻ ആയിട്ട്, അതിന്റെ അനന്തരഫലമായിട്ട് എന്നാണ് അർത്ഥം. അപ്പൊ എന്ത് കൊടുക്കണം? ഇന്നല്ല, എന്ത് കൊടുക്കണം? The minister visited the region as the immediate aftermath of the disaster എന്ന് കൊടുക്കണേ നന്ദന. There is escalation of rain in Kerala for the past 2 days. Yes, അഭിനയ. Yes. പനിയൊക്കെ കുറഞ്ഞോ അഭിനയ? ഉഷാറായോ? ക്ഷീണമൊക്കെ മാറി? സുഖമായിട്ടിരിക്കുന്നോ? ക്ലാസ് 9 പറഞ്ഞിരുന്നു, ഇപ്പോൾ ക്യാൻസലായി. 9 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ? ഓക്കെ, ഓ ശരി, ഓക്കെ, കുഴപ്പമില്ല, സാരമില്ല. പെയ്ഡ് ക്ലാസ് ആണ് മുഖ്യം അല്ലേ? നമ്മുടെ എക്സാം വരുന്നുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു പ്രശ്നമില്ല വിനും. ഓക്കെ. എസ്കലേഷൻ ഓഫ് മങ്കി പോക്സ് ലീഡ് ടു അല്ലല്ലോ, പാസ്റ്റ് ടെൻസ് ആണ് കൊടുത്തേ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ലെഡ് കൊടുക്കണേ. ലീഡിന്റെ പാസ്റ്റ് ടെൻസ് അത് എപ്പോഴും ഞാൻ പറയുന്ന, ലീഡിന്റെ പാസ്റ്റ് ടെൻസ് ലെഡ് ആണ് കേട്ടോ പിള്ളേരെ, ശ്രദ്ധിച്ചോണേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോരുത്. ലീഡ് എന്ന് പറയുന്നത് V1, ഓക്കെ. ലെഡ് എന്ന് പറയുന്നത് V2 ഓർ V3. V3യും V2യും ഇത് തന്നെയാണേ. പിന്നെ V4 എന്താ? ലീഡിങ്. ഓക്കെ. 2 എന്തായാലും അതിൻ്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്. ലീഡ്സ് ആണ് V5. സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. അപ്പം ലീഡ്, ലെഡ് ആണ് മാറിപ്പോയ. LED ലെഡ്. പക്ഷെ വേറൊരു ലെഡ് ഉണ്ട് കേട്ടോ. ലെഡ് ഉണ്ട്, നമ്മൾ എന്താ സിംഗുലർ, എൻ്റെ പേരെന്താണ്, നമ്മുടെ ലെഡ് പറയില്ലേ, ലെഡ് പെൻസിലെ ലെഡ്, അല്ലെങ്കിൽ നമ്മുടെ എലമെൻറ്റ് ലെഡ് പറയില്ലേ, ആ ലെഡ്. ഇത് LED ലെഡ് V1 ആണ്, ലീഡ് V1 ആണ്. LED ലെഡ് പാസ്റ്റൻസ് ആണ്, V2 ആൻഡ് V3 ആണ്. ലീഡിങ് V4 ആണ്, ലീഡ്സ് V5 ആണ്. മറക്കല്ലേ കേട്ടോ, ഇതൊന്ന് ഓർത്ത് വെച്ചോണം. എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നൊരു കാര്യമാണ്, ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം എന്ത് കൊടുക്കണം? എസ്കലേഷൻ ഓഫ് മങ്കി പോക്സ് ലെറ്റ് ടു ഡിക്ലെയർ അല്ലേ, ലെറ്റ് ടു ഡിക്ലെയർ അല്ല കേട്ടോ അനക. അവിടെ വീണ്ടും ലീഡ് അല്ല വേണ്ട, അവിടെ ലെഡ് കൊടുക്കുക, പാസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ലീഡ്സ് എന്ന് കൊടുത്താലും കറക്റ്റാണ്. കാരണം എസ്കലേഷൻ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം അനക അതനുസരിച്ച് ലീഡ്സ് കൊടുക്കണം, സിംഗുലർ വേർബ് കൊടുക്കണം. എസ്കലേഷൻ ഓഫ് മങ്കി പോക്സ് ലീഡ്സ് ടു ഡിക്ലെയറിങ് ഇറ്റ്. മങ്കി പോക്സിന് ഡിക്ലെയർ ചെയ്യുന്നല്ലേ, ഡിക്ലെയറിങ് ഇറ്റ് ആസ് എ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ബൈ WHO. വെറും ഡിക്ലെയർ കൊടുക്കുക. ഡിക്ലെയർ എന്ന വേർബിന് ട്രാൻസിറ്റീവ് ആണ്, അതിന് ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. എസ്കലേഷൻ ഓഫ് മങ്കി പോക്സ് ലീഡ്സ് ടു ഓർ ലെഡ് ടു, പാസ്റ്റൻസോ അല്ലെങ്കിൽ പ്രസന്റൻസോ കൊടുക്കുക. ഡിക്ലെയറിങ് ഇറ്റ് as a global health emergency by WHO. Okay? The repercussions of his activities will affect his family also. Yes, ശരിയാണ് അല്ലേ? നീ ചെയ്യുന്നതിൻ്റെ ഫലം റിപ്പർക്കഷൻ നിന്റെ ഫാമിലി അനുഭവിക്കുന്നു അല്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് perished together last night. Died. Okay. Industrial revolution resulted in escalation of environmental pollution. Okay. നല്ല കോൾഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓക്കെ ആയോ? ഓക്കെ, അത് മതി. ഉഷാറായെങ്കിൽ സന്തോഷം. The parish hall will perish if he becomes a contractor. Okay. ഇവനെ കൊണ്ടൊക്കെ അല്ലെ ബ്രിഡ്ജ് വല്ലതും പണിയിപ്പിച്ച്, ഇവനെ കൊണ്ട് പാലം പണിയിച്ച് പാലം അങ്ങ് വെള്ളത്തിനടിയിലാവും എന്നൊക്കെ പറയുന്നു അല്ലേ? കൊള്ളാം, സാഹോ മീഡിയ കൊള്ളാം. ലെഡ് മെറ്റൽ, അത് തന്നെ. The escalation of viewers was merely because of the genuine attempt of Rintu ma'am to transform Aspin's life as a whole. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷം, താങ്ക് യു. ഐ എം റിയലി ഓണേഡ് ഷമാസ്, താങ്ക് യു സോ മച്ച്. എസ്കലേഷൻ ഓഫ് വെജിറ്റബിൾസ് പ്രൈസ് അല്ലേ? വെജിറ്റബിൾസ് പ്രൈസ് വേണ്ട, കാരണം വെജിറ്റബിൾ ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഷിറിൻ. Escalation of vegetable price. Vegetables price വേണ്ട, vegetable price കേട്ടോ. Is common due to the aftermath of heavy rain. Yes. Nowadays there is an escalation in viral fever cases ആണ്. Yes. സൂക്ഷിക്കണം അതുകൊണ്ടല്ലേ. The escalation of economy tamped down as an aftermath of the pandemic. Yes. Aftermath of escalation in rainfall. Most of the places are deteriorated. അവിടെ നിനക്ക് എഴുതി കൊടുക്കാം. As an aftermath of escalation in rainfall. കോമ ഇട്ട് കൊടുക്കണേ വിനു. As an aftermath അല്ലെങ്കിൽ as an aftermath അങ്ങനെയാണ് കൊടുക്കുക. As an aftermath of escalation in rainfall, most of the places are deteriorated. കേട്ടോ. As an aftermath കൊടുക്കണേ. As an aftermath of escalation in rainfall. അതിൻ്റെ കോമയും കൊടുക്കണം കേട്ടോ വിനു.
Landslides are the aftermath of deforestation and illegal soil mining. Yes. Declare transitive verb ആണല്ലേ, ആണ് കേട്ടോ. ഡിക്ലെയർ ആര് ഡിക്ലെയർ ചെയ്തു, എന്ത് ഡിക്ലെയർ ചെയ്തു അല്ലേ. ഹി ഡിക്ലെയർഡ് ഇന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ദാറ്റ് ക്ലോസ്, ഹി ഡിക്ലെയർഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അത് ദാറ്റ് ക്ലോസ് കൊടുക്കണം. ക്ലോസ് ആണെങ്കിലും അത് ഒബ്ജക്റ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എസ്കലേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓൾവേസ് ലീഡ്സ് എ കമ്പനി ഇൻ ഗുഡ് ഫിനാൻഷ്യൽ. ലീഡ്സ് എ കമ്പനി ആണല്ല, ലീഡ്സ് ദ കമ്പനി ഇൻ ടു ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഇൻ ടു ലീഡ്സ് എ കമ്പനി ഇന്നല്ല, ടു ആണ് അവിടെ, ഇന്നല്ല അവിടെ വരേണ്ടത്, ടു ആണ്. നമ്മൾ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്, ലീഡിൻ്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ടു കൊടുക്കണം. എന്ത് കൊടുക്കാം പ്രവി? എസ്കലേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓൾവേസ് ലീഡ്സ് ദ കമ്പനി ടു ഗുഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ന് കൊടുക്കണം കേട്ടോ. അത് കൊടുക്കുക. നാൻസി പെലോസി, പെലോസി അല്ലല്ലോ പുള്ളിക്കാരുടെ പേര്, പേരാണ്, ഞാൻ നോക്കാം, എനിക്ക് ഒരു ഡൗട്ടുണ്ട്. വിസിറ്റ് ഇൻ തായ്വാൻ വാസ് എസ്കലേറ്റഡ് ഓഫ് ചൈനാസ് റേജ്. വാസ് എസ്കലേറ്റഡ് ഓഫ് അല്ല, ഹാസ് എസ്കലേറ്റഡ്. വാസ് അല്ല കേട്ടോ, ഹാസ് കൊടുക്കണം. ഗുദാസെ നാൻസി പെലസ്കീസ്, പെലസ്കി എന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെയാണ് പേര് മറന്നു. പെലസ്കീസ് വിസിറ്റ് ഇൻ തായ്വാൻ, വിസിറ്റ് ടു തായ്വാൻ, തായ്വാനിലേക്കുള്ള വിസിറ്റ് കൊടുക്കണേ. ഗുദാസെ നാൻസീസ് പെലസ്കീസ് വിസിറ്റ് ടു തായ്വാൻ എസ്കലേറ്റഡ്, അല്ലെങ്കിൽ വെറും എസ്കലേറ്റഡ്, വോസ് വേണ്ട, പാസ് വേണ്ട, വെറും എസ്കലേറ്റഡ്. കട്ട് ചെയ്ത വോസ് കട്ട് ചെയ്യാം. നാൻസി പെലസ്കീസ് വിസിറ്റ് ടു തായ്വാൻ എസ്കലേറ്റഡ് ചൈനാസ് റേജ് ഓവർ US. ഓഫും വേണ്ട അവിടെ കേട്ടോ. ഒന്നുകൂടെ പറയാം, ഫൈനലി ഒന്നുകൂടെ പറയാം. നാൻസി പെലസ്കീസ് വിസിറ്റ് ടു തായ്വാൻ എസ്കലേറ്റഡ് ചൈനാസ് റേജ് ഓവർ US എന്ന് കൊടുത്താൽ മതി. Aftermath of continuous rainfall is spirit forming land. ഈ സ്പിരിറ്റ് ഈസ് നശിക്കുന്നു, ഫോമിങ് ലാൻഡ്, ലാൻഡ് ഫോം ചെയ്യുന്നത് നശിക്കുന്നു, അങ്ങനെയല്ലല്ലോ. ഇസ് പെറിഷ്ഡ് ആഫ്റ്റർമാത്ത് ഓഫ് കണ്ടിന്യൂസ് റെയിൻഫോൾ. ഈസ് പെറിഷ്ഡ് അവിടെ വേണ്ട. പാർവതി ആഫ്റ്റർമാത്ത് ഓഫ് കണ്ടിന്യൂസ് റെയിൻഫോൾ പെറിഷ്ഡ് ഫാമിംഗ് ലാൻഡ്, അങ്ങനെയാണ്. ഈസ് അവിടെ വേണ്ട, അതാണ് പ്രശ്നം. ഞാൻ ഓർത്ത് എന്താ പറ്റിയെന്ന്. ആഫ്റ്റർമാത്ത് ഓഫ് കണ്ടിന്യൂസ് റെയിൻഫോൾ പെറിഷ്ഡ്, നശിപ്പിച്ചു. ഈസ് കട്ട് ചെയ്തോളാം. ഫാമിംഗ് ലാൻഡ്സ് ഓർ ഫാം ലാൻഡ്സ് മതി, ഫാമിംഗ് ലാൻഡും വേണ്ട, ഫാം ലാൻഡ്സ് കൊടുത്താൽ മതി, ഇത് കറക്റ്റാണ് കേട്ടോ. സം മൂവീസ് ഗിവ് എ ലോങ് സാഡ് ആഫ്റ്റർമാത്ത് ഈവൻ ആഫ്റ്റർ ഇയേഴ്സ് പാസ്റ്റ്. റെപ്പക്കഷൻസ് അല്ലേ. ഏത് പടമാണ് നീ കണ്ടത്? ഇന്നലെ രാത്രി ഏതോ പടം കണ്ടിട്ടാണ് കിടന്നെന്ന് തോന്നല്ലോ, അതിൻ്റെ സങ്കടം ഉണ്ടെന്ന് തോന്നല്ലോ. ചെറുതായിട്ടൊരു മൂഡ് പോയ അവസ്ഥ, മൂഡ് ഓഫ് ഓർ ഹാങ് ഓവർ ഉണ്ടെന്ന് തോന്നല്ലോ മൂവിയുടെ. ഏതാ അനൂപ ഇന്നലെ കണ്ടിട്ട് കിടന്നത്? വൈൽ ഡൂയിങ് എ റോങ് we can expect the aftermath also. Yes, ആണ്. That's it. അത് കൂടെ ഉണ്ടല്ലേ. Rotten buildings of Ukraine is heartbreaking for the countrymen. Yes. Escalation of domestic gas price perishes the common man's calculation. Yes. If you want to keep vegetables fresh, please keep in refrigerator, otherwise it will perish. Yes, great. The ironic perishment of the minister. കയോസ് വേർബില്ല കേട്ടോ, കയോസ് വേർബില്ല. എന്താ പറയുക, നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ, അല്ലെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണെങ്കിൽ ക്രിയേറ്റഡ് കയോസ് കൊടുത്തോ, ക്രിയേറ്റഡ് കയോസ് കൊടുത്തോ. ദ ഐറോണിക് പെറിഷ്മെന്റ് ഓഫ് മിനിസ്റ്റർ ക്രിയേറ്റഡ് കയോസ്, ക്രിയേറ്റഡ് ദ മോബ് അല്ലേ, ക്രിയേറ്റഡ് കയോസ് അമംഗ് ദ മോബ് ആസ് ആൻ ആഫ്റ്റർമാത്ത്, അങ്ങനെ കൊടുക്കുക കേട്ടോ. ദ ഐറോണിക് പെറിഷ്മെന്റ് ഓഫ് ദ മിനിസ്റ്റർ ക്രിയേറ്റഡ് കയോസ് അമംഗ് ദ മോബ് ആസ് ആൻ ആഫ്റ്റർമാത്ത്, അങ്ങനെ കൊടുക്കുക. ക്ഷമാസേ. Heavy rainfall is aftermath of climate change. Yes. Giraffes are disappearing. E illalo giraffe F E undale undu giraffes. Okay, giraffes are disappearing from Africa. Giraffes are disappearing from Africa. Disappearing from Africa, which is an aftermath of habitat loss and illegal poaching. അത് കൊടുക്കണം കേട്ടോ, അതൊന്നൊരു ക്ലോസ് ആ. ജിറാഫുകൾ ഡിസപ്പിയർ ചെയ്യുന്നു ആഫ്രിക്കയിൽ നിന്ന്, വിച്ച് ആ അവസ്ഥ, which is an aftermath of habitat loss and illegal poaching. അനക അങ്ങനെ കൊടുക്കണേ. യെസ്. Who is your prospect in the upcoming election? Great. ആരാണ് നിന്റെ കാൻഡിഡേറ്റ് അല്ലേ? അടുത്ത് നോക്കി പിള്ളേരെ. ഐറോണിക്കലി, ഞാനത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു. ഐറോണിക്കലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാരഡോക്സിക്കലി, അൺഎക്സ്പെക്റ്റഡ്ലി, സർക്കാസ്റ്റിക്കലി, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സർക്കാസ്റ്റിക്കൽ ആയിട്ടുള്ള, പാരഡോക്സിക്കൽ ആയിട്ടുള്ള, ദാറ്റ് ഈസ് ഐറോണിക്കലി. ഐറോണിക് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്, അഡ്വേർബ് ആണ്, LLY വരുമ്പോൾ, ഓർ LY, വെറും LY വന്നാലും. അടുത്ത പ്രോസ്പെക്റ്റ് ആണ്. നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ലൈക്ലിഹുഡ്, പോസിബിലിറ്റി, ചാൻസ്, ഹോപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ പ്രോസ്പെക്റ്റ് അല്ലേ, ഹോപ്പ് അല്ലെങ്കിൽ പോസിബിലിറ്റി, ലൈക്ലിഹുഡ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രോസ്പെക്ടസ് പറയാറില്ല, പ്രോസ്പെക്ട് കാൻഡിഡേറ്റ് ആണ്. കാൻഡിഡേറ്റ് നമ്മളൊരു കോളേജിലൊക്കെ ചേരാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചേരുമ്പോൾ ഒരു പ്രോസ്പെക്ടസ് കൊടുക്കുക, ഒരു ബുക്ക്, ഒരു ക്യാമ്പസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു പ്രോസ്പെക്ടസ് കൊടുക്കും. ദാറ്റ്സ് വൈ കാൻഡിഡേറ്റിൻ്റെ പേര് പ്രോസ്പെക്ട്, കൊടുക്കുന്ന സാധനം പ്രോസ്പെക്ടസ്.
ഓക്കെ, ഓർത്ത് വെച്ചോ, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. വേർബായിട്ടും പ്രോസ്പെക്റ്റ് പറയും. എന്താ വേർബ്? ഇൻസ്പെക്ട് ചെയ്യുക, സർവേ ചെയ്യുക. രണ്ടും അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണേ. അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ടർത്ഥം, ഹോപ്പ്, പോസിബിലിറ്റി ഓർ ലൈക്ലിഹുഡും കാൻഡിഡേറ്റും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നോക്കട്ടെ. The leaders speak sarcastically of the opposition during election campaigns. തമ്മിലല്ലേ, പരസ്പരം പാരയാണ് ഇവന്മാരെ കൊണ്ട്. ഓരോ ദിവസം ഓരോരുത്തരുമായിട്ടാണല്ലോ വരുന്നത്. ഓ മൈ ഗോഡ്, ലെറ്റ് സി. രാവിലെ പഠിക്കുമ്പോൾ നമ്മളെ കൊണ്ടല്ലേ വെറുതെ എന്താ പണി, എന്താ മാഷേ. ഓക്കെ, Home Minister tweeted about the implementation of Citizens Amendment Act after completing COVID vaccination, but aftermath can't even predict. Can't even be predicted. Actually, ഒന്നുകൂടെ പറയാം. Home Minister tweeted about the implementation of Citizenship Amendment Act after completing COVID vaccination, but aftermath can't even be predicted. അതിനെ പ്രെഡിക്റ്റ് ചെയ്യപ്പെടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ കേട്ടോ, അങ്ങനെ കൊടുക്കണേ. അവിടെ പാസിവൈസേഷൻ വേണം. കൊച്ചി സിറ്റി സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ ആസ് ആൻ ആഫ്റ്റർമാത്ത് ഓഫ് ദ ഹ്യൂജ് റെയിൻഫോൾ. അത് തന്നെ ഞാൻ കേട്ടു. There is an escalation in the collection of പാപ്പൻ മൂവി. നല്ല മൂവിയാണോ? കണ്ടോ ആരെങ്കിലും? ഞാൻ കണ്ടില്ല കേട്ടോ. നല്ല മൂവിയാണോ? All his dreams were perished when he decided to quit. Yes, they perished due to corona. All right. Taliban's support to terrorist groups was perished. That aftermath escalating to perish of them. അങ്ങനെ പറ്റില്ലല്ലോ, അത് കറക്റ്റ് അല്ല. താലിബാൻ സപ്പോർട്ട് ടു ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് was perished. അതുവരെ കുഴപ്പമാണ്. That was an aftermath escalating to perish of them അല്ല, to perish them എന്ന് കൊടുക്കണം കേട്ടോ ഗുരുദാസേ, എന്നാലും ഇത് കറക്റ്റ് ആവുള്ളൂ. പണ്ട് കണ്ടതാ, നായികയെ കാണാൻ വേണ്ടി പ്ലെയിനിന്റെ വീലിൽ കയറി ഇരുന്ന് പോവാൻ തണുത്തു മരിക്കും. അതോ എൻ്റെ പൊന്നടാ, പുൽപ്പള്ളിക്കാരന് മാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ല മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തെത്തിക്കോ നീ വല്ല തെലുങ്കോടായിരിക്കും കണ്ടത്. തെലുങ്കോടത്തിൽ 10 വർഷം മുമ്പും ഇന്നും ഒരേ കഥ, ഒരു മാറ്റമില്ല. നായികയ്ക്ക് മാറ്റമുണ്ടോ? ചിലപ്പോൾ ഒരേ നായകൻ തന്നെയായിരിക്കും, അതേ പടം ഒരേ നായകൻ. ഇതിൽ ഞാൻ മറ്റേ കാജലിനാണല്ലോ കണ്ടത്, പക്ഷെ ഇന്നെന്താ ഇതൊരു പുതിയ നടിയാണല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും. തെലുങ്ക് പടം ചുമ്മാ ബൈ ചാൻസ് എവിടെയെങ്കിലും കേട്ടോ കാണുന്നൊക്കെ വന്ന് നോക്കിയാന്നറിയാം, സെയിം കഥ ഡിറ്റോ സാധനം എടുക്കും. അതാണ് നീ ഉദ്ദേശിച്ചതെന്നായിരിക്കും ഒന്ന്. He ironically made a statement, but it affects his family. That's great. Pelosi's visit to Taiwan escalated in China's range over US. Yes, Gurda say great. There is an prospect. No. Aishwarya, there is an prospect illa. PLA sound consonant sound. There is a prospect. There is a chance for including in rank list. Okay, for including in rank list. Okay, for including him, for including me, something like that. Objective ആണ് അവിടെ കേട്ടോ, അതുകൂടെ ഓർത്തോണേ. അപ്പോൾ ആൻഡ് പ്രോസ്പെക്റ്റ് അല്ല, എ പ്രോസ്പെക്റ്റ് കൊടുക്കട്ടോ. The health officers prospected the hotel and surveyed and seized some stale food. That's great. The irony in the testimony is called on the forensic team to reinforce the investigation. That is great. Moving on to next set. അടുത്ത സെറ്റ് പിടിച്ചോ. Stern. What is the meaning of stern? Stern ആയിട്ടുള്ള റൂള്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ stern means adjective ആണ്. Stern means serious, unrelenting or strict, severe എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് stern. ഇന്ന് അടുത്ത വാക്ക് പിടിച്ചോളൂ. assuage മീൻസ് റിലീവ് ചെയ്യുക, ഈസ് ചെയ്യുക, ഏതൊരു കാര്യം കുറയ്ക്കുക അല്ലെ, അലിവേറ്റ് ചെയ്യുക. ഓർ വേറൊരു അർത്ഥം കൂടെ ഉണ്ടതിന് സാറ്റിസ്ഫൈ ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക, ഗ്രാറ്റിഫൈ ചെയ്യുക അല്ലേ. ഗ്രാറ്റിഫൈ, സാറ്റിസ്ഫൈ, ഫുൾഫിൽ എന്നൊരർത്ഥവും കൂടെ അസ്വേജിനുണ്ട്. അസ്വേജിന് രണ്ടർത്ഥം, റിലീവ്, ഈസ്, അലിവേറ്റ്, ഗ്രാറ്റിഫൈ, സാറ്റിസ്ഫൈ, ഫുൾഫിൽ എന്നൊക്കെ അർത്ഥം. അടുത്ത ഡിസ്വെയ്ഡ്. ഇന്നലെ ഞാൻ നമ്മുടെ കുറേ നാളോടെ, എനിക്ക് 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ക്വിസ് കണ്ടക്ട് ചെയ്തു ഇന്നലെ. അപ്പോൾ ഇന്നലെ ഞാൻ ഡിസ്വെയ്ഡിൻ്റെ കണ്ടായിരുന്നോ? ഇന്നലെ ഡിസ്വെയ്ഡ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മീനിങ് ഓൾറെഡി കൊടുത്തായിരുന്നു. വാട്ട് യു മീൻ ബൈ ഡിസ്വെയ്ഡ്? ഡോണ്ട് ഡിസ്വെയ്ഡ് ഹിം ഫ്രം the job. Don't dissuade him from the studies. പഠനത്തിൽ നിന്ന് അവനെ ഡിസ്വേഡ് ചെയ്യാതെ, ഡിസ്കറേജ് ചെയ്യാതെ, ഡിറ്റർ ചെയ്യാതെ, പ്രിവെന്റ് ചെയ്യാതെ, ഡൈവേർട്ട് ചെയ്യാതെ. ദാറ്റ് ഈസ് വാട്ട് ഡിസ്വേഡ് ഇസ്. നിരുത്സാഹപ്പെടുത്തുക, ഡിസ്വേഡ്, ഡിസ്കറേജ്, ദാറ്റ് ഈസ് ഡിസ്വേഡ്. അടുത്ത ബേർണിഷ്. വാട്ട് യു മീൻ ബൈ ബേർണിഷ്? ബേർണിഷ് എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്യുക, ഷൈൻ ചെയ്യുക, ബ്രൈറ്റൻ ചെയ്യുക, സ്മൂത്ത് ചെയ്യുക. ബേർണിഷ് ഒരു തവണ പഠിച്ചിട്ടുള്ളൂ, കുറച്ച് എനിക്കൊന്നു 2 ആഴ്ചയായോ അതോ ഒരാഴ്ച ആയി ബേർണിഷ് എന്ന വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത ഡിഫ്യൂസ്.
അതുപോലെ തന്നെ ഡിഫ്യൂസ്, ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ പറയില്ല, ഡിഫ്യൂസ്, ഡീആക്ടിവേറ്റ്, ഡിസാം, ഡിസേബിൾ, റെഡ്യൂസ് ഓർ ലെസൺ എന്നൊക്കെ പറയില്ലേ, അത് ഡിഫ്യൂസ്. ഡീആക്ടിവേറ്റ് ചെയ്യുക. ഡിഫ്യൂസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡിഫ്യൂസിൻ്റെ ഈ ഡിഫ്യൂസ് മാറിപ്പോയത്, ദാറ്റ് ഇസ് ഡിഫ്യൂസ് ആണ്, ദിസ് ഇസ് ഡിഫ്യൂസ്. ഇതും ഡിഫ്യൂസ് ആണ് വേർബാ, പക്ഷെ മാറിപ്പോവും. ഈ ഡിഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക അല്ലേ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് ഡിഫ്യൂസ് ചെയ്യാന്ന് പറയാം അല്ലേ, ഇത് സ്പ്രെഡാണ്. പക്ഷെ മറ്റേ ഡിഫ്യൂസസ് ഡീആക്ടിവേറ്റ് ഇൻ എ നെഗറ്റീവ് വേ, ഡിഫ്യൂസ്, ഫ്യൂസ് ഊരുക, ദാറ്റ് ഇസ് ഇറ്റ്. ഡിസാം ചെയ്യുക, ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മറ്റേ ഡിഫ്യൂസസ് നോട്ട് നെഗറ്റീവ് വേർഡ്, ഡി വന്നാൽ നെഗറ്റീവ് വേർഡാണ്, ഡിസ് ഒക്കെ വന്നാൽ നെഗറ്റീവ് വേർഡൊക്കെ തന്നെ, പക്ഷെ ഓർത്തോളാം. ഡിസ്വൈഡ് ഒരു കാര്യം ഇതോട് പറയാൻ വിട്ടുപോയി. ഡിസ്വൈഡിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കിയ പിള്ളേരെ, പെർസ്വൈഡിന്റെ അല്ലെ, പെർസ്വൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്വൈഡ് കേട്ടോ. ഒരാളെ നമ്മൾ പെർസ്വൈഡ് ചെയ്യുക അല്ലെ, പ്രോത്സാഹിപ്പിക്കുക, ഓർ പെർസ്വൈഡ് ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് നിരുത്സാഹപ്പെടുത്തുക, ഡിസ്വൈഡ് ചെയ്യുക. എൻകറേജ്, ഡിസ്കറേജ്, പെർസ്വൈഡ്, ഡിസ്വൈഡ് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ആന്റണിം എല്ലാം പഠിച്ചോളൂ. ഓക്കെ, ലെറ്റ്സ് സീ. അടുത്ത് നോക്കട്ടെ, സെന്റൻസ് നോക്കട്ടെ. It is necessary to prospect the illegal land acquisition. Yes, it is. Improper handling of money and hoarding of commodities will perish the economy. Yes. ഫാത്തിമ ഷമാസ് കുറച്ച് നേരമായി മതി, ഞാൻ പൊങ്ങി അങ്ങ് എത്തി. റിന്റു ഇറങ്ങി വരൂ, ഉത്തരത്തിൽ നിന്ന് ഇറങ്ങി വരൂ, മതി. Okay. Each and every prospect must carry his e-admit card and original ID proof. That is great. Paradoxical statements from leader made the members angry. Great. After so many years, she met him ironically during an interview. Okay, that's great sentence. Taliban's support to terrorist group was perished. That was after escalating to perish the man ano. Taliban's support to terrorist group was perished. That was aftermath of escalating to perish them. അതല്ലേ ഉദ്ദേശിച്ചേ? ആ സെൻസിൽ പറഞ്ഞ ഒരു പ്രശ്നമുണ്ടല്ലോ, താലിബാൻ സപ്പോർട്ട് ടു ടെററിസ്റ്റ് ഗ്രൂപ്പ് വാസ് പെറിഷ്ഡ്, ദാറ്റ് വാസ് ആൻ ആഫ്റ്റർമാത്ത് എസ്കലേറ്റിംഗ് ടു പെറിഷ് ദം. ആൻ വേണേ, അത് മാത്രം. എവറി സ്റ്റുഡൻറ് മസ്റ്റ് ബി സ്റ്റേൺ ഓൺ ദ സ്റ്റഡീസ്. ബാലയ്യ ഹിസസിൽ എനിക്ക് മനസ്സിലായി, ഞാൻ എപ്പോഴും പറയുന്നത് ബാലയ്യയുടെ ക്ലിപ്സ് ഒക്കെ കണ്ടാൽ മതി, മൂവിയുടെ ക്ലിപ്പുകളൊക്കെ കണ്ടാൽ മതി. എൻ്റെ അമ്മ ചിരി അന്ന് ദിവസം പോയി. എൻ്റെ പൊന്നടാവേ, പുള്ളി എന്തായാലേ ബാലകൃഷ്ണ, ബാലയ്യ ഇസ് എ സിൽവർ ലൈനിങ് ഇൻ തെലുഗു മൂവീസ് ആൻഡ് ടുക്ക് ഓവർ ദ കൺട്രോൾ ഓഫ് ദി ഇൻഡസ്ട്രി. സത്യം അടിപൊളി. അതെ, I'm about to burnish my abilities. That's great. A chief minister is stern in his opinions and difficult to dissuade from. Yes it is. അല്ലേ, ഒറ്റയാനാന്ന് പറയും, വൺ മാൻ ആർമി. പുള്ളിയുടേതായ തീരുമാനങ്ങളാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ സ്റ്റേൺ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ ബൈ എൻവയൺമെന്റലിസ്റ്റ് in order to defuse environmental hazards, then only we can assuage the sufferings of many. Yes, exactly. Stern actions always prevent atrocities in the society. Yes. Due to cyber attack, she defused all her social media accounts. Okay, deactivated. Repetition is the best way to burn. It's a covered syllabus. Yes, it is. Repetition വളരെ important ആണ്. It's teaching ഏറ്റവും best method ആണ്. Mother is stern in studies of her children. All right, that's great. We didn't need any more sympathy and only need stern measures to assuage monsoon calamities. Yes, monsoon, M-O-N ആണ് പാർവതി, not monsoon, M-O-N, monsoon. No one can dissuade me from attending the editorial session. അല്ലേ, ഒരു ഇന്ദ്രനും ചന്ദ്രനും എന്നെ തടുക്കാനാവത്തില്ല. കൊള്ളാം, മനസ്സിലായി, ഗ്രേറ്റ്. She stands stern in her decision. She stands stern അല്ല കാവ്യ, she stands stern or she stood stern. ഷീ സബ്ജക്റ്റ് സിംഗുലർ, അപ്പോൾ സിംഗുലർ വേർബ് കൊടുത്ത് സ്റ്റാൻഡ്സ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റുഡ് എന്ന പാസ്റ്റ് കൊടുക്കുക. വോളണ്ടിയേഴ്സ് അസ്വേജ്ഡ് സഫറിംഗ് ഓഫ് മിസ്റ്ററി പീപ്പിൾ ഇൻ റെയിൻഫോൾ. സഫറിങ്ങും മിസ്റ്ററിയും ഒരേ സാധനമാണ്. സഫറിംഗ് ഓഫ് മിസ്റ്ററി ഓഫ് രണ്ടും ഒരേ സാധനമാണല്ലോ. അല്ലെങ്കിൽ പീപ്പിൾസ് മിസ്റ്ററി അങ്ങനെ കൊടുക്കുക. സഫറിംഗ് ഓഫ് പീപ്പിൾസ് മിസ്റ്ററി ഇൻ റെയിൻഫോൾ അങ്ങനെ കൊടുക്കുക കേട്ടോ, അത് മറക്കല്ലേ ഗുഡാസെ, അത് കൊടുക്കുക. അപ്പം അടുത്ത് നോക്കിയേ, പെരിലസ്. വാട്ട് യു മീൻ ബൈ പെരിലസ്? പെരിലസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പെരിൽ, ഡേഞ്ചർ ആണ് അല്ലേ. പെരിൽ നൗൺ ആണ്, അപ്പോൾ പെരിലസ് അതിൻ്റെ അഡ്ജക്റ്റീവ് ആണ് അല്ലേ. പെരിൽ നൗൺ ഓർത്തോണേ, പെരിൽ നൗൺ. ഇംപെറിൽ വേർബ്, ഇംപെറിൽ ചെയ്യുക, റിസ്കിൽ പെടുക അല്ലേ. ഇംപെറിൽ ചെയ്യുക വേർബ്, പെറിൽ എന്നുള്ളത് നൗണ്, പെരിലസ് ഈസ് അഡ്ജക്റ്റീവ്. സോ സെയിം വേർഡിൻ്റെ പല മീനിങ് അല്ലെ, പല പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പെറിൽ നൗണ്, imperil verb.
Perilous adjective. So perilous means dangerous, risky, hazardous, jeopardy, unsafe എന്നൊക്കെ പറയും. അടുത്ത നോക്കിക്കേ, ഇംപ്ലിക്കേഷൻ. ദർ ഇസ് എൻ ഇംപ്ലിക്കേഷൻ അല്ലെ, കുറച്ചൊരു ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. സജഷൻ, ഇൻഫറൻസ്, ഹിൻഡ്, ഇൻവോൾവ്മെന്റ്, ദാറ്റ് ഇസ് ഇംപ്ലിക്കേഷൻ. അടുത്ത സെറ്റ് ബാക്ക്. എന്താ സെറ്റ് ബാക്ക്? പ്രോബ്ലം, ഡിഫിക്കൽട്ടി, ഇഷ്യൂ, കോംപ്ലിക്കേഷൻ, അതാണ് ഇംപ്ലിക്കേഷൻ. അടുത്ത ഇൻസ്ട്രുമെന്റൽ. എന്താ ഇൻസ്ട്രുമെന്റൽ? അഡ്ജക്റ്റീവ് ആണ്. ഇൻവോൾവ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള. ഹീ ഈസ് എൻ ഇൻസ്ട്രുമെന്റൽ ഫിഗർ ഇൻ ദ ഇന്ത്യൻ പോളിറ്റിക്സ്. ഇന്ത്യൻ പോളിറ്റിക്സിലെ ഒരു ഇൻസ്ട്രുമെന്റൽ ഫിഗർ അങ്ങേര് എന്ന് പറഞ്ഞാൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്, പൊളിറ്റിക്കൽ ഫിഗർ അല്ലേ. അടുത്ത ഡ്രെഡഡ്. അഡ്ജക്റ്റീവ് ആണ് ഡ്രെഡഡ്. വാട്ട് യു മീൻ ബൈ ഡ്രെഡഡ്? ഡ്രെഡഡ് മീൻസ് ഫ്രൈറ്റൻഡ്, അയ്യോ പേടിപ്പിക്കുന്ന, വറി ആക്കുന്ന, അപ്രിഹെൻസീവ് ആക്കുന്ന, ദാറ്റ് ഇസ് ഡ്രെഡഡ്. ഡ്രെഡഡ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഡ്രെഡഡ് കേട്ടോ. അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഡ്രെഡ് വേർബ് ഉണ്ടല്ലോ, പേടിപ്പിക്കുന്ന, പേടിപ്പിക്കുക എന്ന് ഡ്രെഡിന്റെ വേർബ് വരും. അതുകൊണ്ടാണല്ലോ അഡ്ജക്റ്റീവ് V3 വരുന്നത്. അത് ഓർത്തോണേ വ്യത്യാസം. ഇന്നലത്തെ 8 മണിക്ക് ഒരു സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലും എല്ലാ ടെലിഗ്രാം ചാനലും അയച്ചിട്ടുണ്ട്. നോട്ട് ടെലിഗ്രാം ചാനലിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെഷനാണ്. കോമൺ മിസ്റ്റേക്സ് ദാറ്റ് വി മേക്ക് ഇൻ എക്സാംസ്. എല്ലാ എക്സാമിന് പഠിക്കുന്നവരും അതൊന്ന് കണ്ടിരിക്കണം കേട്ടോ. 20 മിസ്റ്റേക്സ് ഞാൻ പഠിപ്പിച്ചു. 20 മിസ്റ്റേക്സും വിത്ത് എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ഇന്നലത്തെ 8 മണിയുടെ സെഷൻ ഒന്ന് കാണണേ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. നല്ല സെഷനാണ്. ഞാൻ ഒരുപാട് ടൈം എടുത്ത് നോട്ടൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തൊരു സെഷനാണ്. നിങ്ങൾ കാണണം. ഇറ്റ് മസ്റ്റ് ബി യൂസ്ഫുൾ. ഇറ്റ് ഈസ് യൂസ്ഫുൾ. ഒബ്വിയസ്ലി അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുക കേട്ടോ. ഒന്ന് കണ്ടോണം എല്ലാവരും. Rintu ma'am always burnish aspirants. അയ്യോ, ബേർണിഷ് അല്ല, പോളിഷസ് ആസ്പിറൻസ് അല്ലേ. റിന്റു മാം സിംഗുലർ അല്ലേ ആദി, അപ്പോൾ ബേർണിഷസ് കൊടുക്കണ്ടേ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡിസ്വേഡിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. അയാളെ അല്ലെ പ്രിവെന്റ് ചെയ്തത്. സ്റ്റേൺ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ അഗൈൻസ്റ്റ് ഡ്രഗ്സ്, അതർവൈസ് അവർ സൊസൈറ്റി വിൽ പെരിഷ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡ്രഗ് മാഫിയ. യെസ് അല്ലെ, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന ദിശ ആണ്. വി വർ ബേർണിഷ്ഡ് അവർ പാസ്റ്റ് ക്ലാസ്സസ്. വി ബേർണിഷ്ഡ് അവർ പാസ്റ്റ് ക്ലാസ്സസ് കൊടുക്കണം. വി വർ ബേർണിഷ്ഡ് അല്ല, അവിടെ പാസിവൈസേഷൻ വേണ്ട ഗുരുദാസേ. വി ബേർണിഷ്ഡ് വേറങ്ങ് കെട്ടിയ. എ ഡിഫ്യൂസ്ഡ് മൈൻഡ് can't assuage the problem. Deactivated. Yes കൊള്ളാം. Fever diffused studies for exam. Okay, deactivated അല്ലേ. They dare not dissuade me from putting forward my opinion. പിന്നല്ല, അടിപൊളി. ഇന്നലെ പഠിച്ച മോഡൽസ് അങ്ങ് ഉപയോഗിക്കുവാണല്ലേ. Great. Her stern decision to divorce from him was because of her being wrong. Her അല്ലേ ഷമാസെ, വിട്ടുപോയതല്ലേ. Her being wrong. Yes, great. Everyone burnishes his knowledge day by day. Great. Due to the heavy rain, Kerala is now perilous situation. Kerala is now in a perilous situation. അവിടെ വേണ്ട ഗൂഗിളിൻ്റെ മെസ്സേജ് ഞാൻ നോക്കാവേ. നമ്മളെ മെസ്സേജ് ഞാൻ നോക്കാവേ. എനിക്ക് സമയം കിട്ടിയില്ല ടെലിഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാൻ. ഇന്ന് രാവിലെ ഞാൻ എല്ലാവരുടെ മെസ്സേജ് നോക്കാം കേട്ടോ. Due to heavy rain Kerala is now in perilous situation. Perilous situationil എന്ന് കൊടുക്കണേ ഗൂഗിളെ, ഓർക്കണം. Gargling with hot salt water assuages throat infection. Yes, great. Yes. Yeah, helpful ആയിരുന്നു. അത് മതി, അത് കേട്ടാൽ മതി എനിക്ക്. Vessels are burnished after washing with Vim gel. വിമ്മിൻ്റെ പരസ്യമാണോ വിനു? കൊള്ളാം. Rintu ma'am is an instrument person in the field of teaching. Oh, thank you so much. So lovely. Perilous lashing is grinding on. LI വേണ്ട, പെരിലസിന് PERILOUS LIOUS അല്ല കേട്ടോ. പ്രവി, if you're determined to do something, nothing can dissuade you from it. അവിടെ സബ്ജക്റ്റ് അല്ല, ഡിസ്വേഡിന് ഒബ്ജക്റ്റ് കൊടുക്കണേ. nothing can dissuade you from it കൊടുക്കണം കേട്ടോ. യു വേണം അവിടെ. അനുപേ, the ongoing heavy rainfall dreaded people in Kerala. പേടിപ്പിച്ചു. Yes, the old setback now becomes perilous. ഇപ്പൊ പണിപാളി അല്ലേ, കൊള്ളാം. The setback created by parents dreaded children. പേടിപ്പിച്ചു. Great. അപ്പോൾ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ബാച്ച് ഓഗസ്റ്റ് 4-ാം തീയതി, അതായത് നാളെ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാനുള്ള ഒരു ചാടിക്കേറി ജോയിൻ ചെയ്യാം കേട്ടോ. ബേസിക്സ്, ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് മുതൽ നമ്മൾ പഠിപ്പിക്കും. 40 മണിക്കൂറിൻ്റെ ക്ലാസ് ആണ്. 870 രൂപയാണ് കോഴ്സ് ഫീ. വിത്ത് ഡിസ്കൗണ്ട് ആണ് ഈ എമൗണ്ട്. കൂപ്പൺ കോഡ് അറിയാലോ, Y314 കൊടുത്താൽ മതി. സി ഓഫേഴ്സ് കൊടുക്കുക, കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക. റിമംബേഴ്സും ഞാനും രണ്ടുപേരും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ബേസിക്സ് മുതൽ 12 മണിക്കും 4 മണിക്കും. എല്ലാ ദിവസവും 12 മണിയൊന്നുമില്ല, കൂടുതലും 4 മണിക്കാണ്. ചില ദിവസങ്ങളിൽ മാത്രം ടൈം അനുസരിച്ച് 12 മണി വരുന്നതേ ഉള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചുവിടാം. 40 മണിക്കൂറിൻ്റെ സെഷനാണ്. നമുക്ക് ബേസിക്സ് കവർ ചെയ്ത് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ഒരു സെറ്റാക്കാം നിങ്ങളെ കേട്ടോ. അതുകൂടെ നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ 4ാമത്തെ ബാച്ചും സ്റ്റോറിലുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 2530 രൂപയാണ് കോഴ്സ് ഫീ. എന്താ ചെയ്യേണ്ടത്? സി ഓഫേഴ്സ് കൊടുക്കുക. അവിടെ എന്ത് കൊടുക്കുക? നമ്മുടെ കോഡ് കൊടുക്കുക.
Y314. അപ്പോൾ നിങ്ങൾക്ക് 2530 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ 4ാമത്തെ ബാച്ചാണ്. വരിക, ജോയിൻ ചെയ്യുക, പഠിച്ച് ഉഷാറാക്കാം. ഓക്കെ, നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് നമുക്ക് പോകണം, ഇല്ലെങ്കിൽ സംഭവം പളിമാളും. നമുക്ക് വേണ്ടി വളരാനുള്ള സമയമില്ല അല്ലേ? അതുകൊണ്ട് മുന്നോട്ട് പോകണം. ആൻഡ് ലാസ്റ്റ് സെറ്റ് പിടിച്ചോ, ക്രെഡൻസ്. എന്താ ക്രെഡൻസ് എന്ന വാക്ക്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്രെഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്രസ്റ്റ്. ക്രെഡ് റൂട്ട് വേർഡാണ് ക്രെഡ്. ക്രെഡുലസ് അല്ലെ, ക്രെഡിബിൾ ഒക്കെ കേട്ടില്ലേ? അതൊക്കെ ട്രസ്റ്റ് എന്ന റൂട്ട് വേർഡിൻ്റെ ആണ്. അപ്പോൾ ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ്, ട്രസ്റ്റ്, ഫെയ്ത്ത്, ബിലീഫ് എന്നൊക്കെ അർത്ഥം. ബിലീഫ്, ഫെയ്ത്ത്, ട്രസ്റ്റ് ഒക്കെ ക്രെഡൻസ് ഓർത്തോണം. അടുത്ത ഔട്ട്ഫിറ്റ് ആണ്. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട്. നൗണായിട്ട് വെർബായിട്ട് ഉപയോഗിക്കാം ഒബ്വിയസ്ലി. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിലെ കോസ്റ്റ്യൂം പറയില്ലേ, സൂട്ട് കോസ്റ്റ്യൂം എന്നൊക്കെ പറയില്ല, അതിന് പറയാം. അല്ലാതെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർഗനൈസേഷൻ, സെറ്റപ്പ് ചെയ്യുക എന്ന അർത്ഥത്തിൽ. അത് ഫ്രേസൽ വെർബാണ്. ഹൈഫനേറ്റഡ് ആയാലും ഒറ്റ വാക്ക് ആണെങ്കിലും അത് നമ്മുടെ ഓർഗനൈസേഷൻ അർത്ഥം. സെറ്റപ്പ്, ഓർഗനൈസേഷൻ. വെർബായിട്ട് വരുമ്പോൾ എക്യുപ്പ് ചെയ്യുക അല്ലെ, എക്യുപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന വേർബിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മുടെ വേർഡ്സ് ആൻഡ് ദിസ് ഇസ് ദ വേർഡ്സ്. ദീസ് ആർ ദ വേർഡ്സ്. ഉപകാരപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോഴേക്കും ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ് as well. Okay? Yes. Teacher's setback was okay. The teacher's implication was helpful for her exam. That is great. Unnecessary putting of the pedal to metal. Unnecessary putting of the pedal to metal. His driving went perilously അല്ല കേട്ടോ, പെരിലസ്ലി കൊടുക്കണേ. അഡ്ജക്റ്റീവ് അല്ലേ? അപ്പോൾ അഡ്ജക്റ്റീവ് ആണ് പെരിലസ്. അതിനോട് എൽവൈ ഇട്ട് കൊടുത്താൽ മതി. പെരിലസ്ലി കൊടുക്കാം. റിസ്കി അല്ലേ, റിസ്ക്ലി എന്നുള്ള അർത്ഥത്തിൽ. People in hilly areas are dreaded of landslide as continuous rain is a setback. Yes. Implications suggested by the government could not be followed by the people. All right. The YT shorts put up by Adda247 Malayalam channel are instrumental in attaining better scores. Krishnanjana, thank you so much. Today's perilous decision of GST Council imperils to dread മതി. To frighten poors വേണ്ട. poor എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഓഫ് poor people. അപ്പോൾ ഡ്രെഡ് poor എന്ന് കൊടുത്താൽ മതി. ഡ്രെഡ് poor. ടൂം വിട്ട് എസ്സും വിട്ട് കേട്ടോ ഗുരുദാസേ. It is honors of police to revive society from perilous people. Yes. Great. Stern decision should be taken by ourselves because we have to assuage our soul, not society. Great. നമ്മൾ മാത്രമല്ലേ. Appointment of Sri Ram as Alappuzha collector made a setback in Kerala. Yes, Sri Ram Venkataraman അല്ലേ. Credence must be unconditional. Yes, trust must be unconditional. One should keep one's credence. Yeah, great sentence. അപ്പോൾ ഓക്കെ, തംസ് അപ്പ് ഇട്ടു. എന്നാൽ പിന്നെ ആർട്ടിക്കിളോട് പോവാം. ഇന്നത്തെ ആർട്ടിക്കിൾ പിടിച്ചോ. ആൻഡ് അൺഅവോയ്ഡബിൾ ക്രൈസിസ് അല്ലെ, ഇൻഎസ്കേപ്പബിൾ, അൺഅവോയ്ഡബിൾ, നമ്മളെ കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനത്തെ ഒരു ക്രൈസിസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അമേരിക്കയെ പറ്റിയും ചൈനയെ പറ്റിയും വേണം. അമേരിക്കയും ചൈന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വായിക്കണം. China and the US don't want a conflict, but their actions are not serving their cause. ചൈനയ്ക്കും യു എസിനും കോൺഫ്ലിക്റ്റിൽ, ഒരു അടിപിടി അല്ലെ, ഒരു വഴക്കിനും വക്കാണത്തിനും പോകുന്നതിനോട് താല്പര്യമില്ല. രണ്ടുപേർക്കും താല്പര്യം. ദേ ഡോണ്ട് ഡിസയർ. അതിൻ്റെ ആവശ്യം അവർക്ക് വേണ്ടതാണ് അവർ ആഗ്രഹിക്കുന്നത്. ബട്ട് അവരുടെ ആക്ഷൻസ് ആർ നോട്ട് സെർവിങ് ദർ കോസ്. പക്ഷേ ആക്ഷൻ നേരെ ഉൾട്ടയായിട്ടാണല്ലോ കാണിക്കുന്നത്. അത് അവരുടെ കോസ് സെർവ് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ട, കോൺഫ്ലിക്റ്റ് വേണ്ടെന്ന് ആഗ്രഹം, പക്ഷെ അവരുടെ പറച്ചിലതല്ല കിടക്കുന്നത്. അവർ നടപടി ആവുന്നില്ല. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ. Credence in God, faith in God, അല്ലേ? Okay. If the outfit is not comfortable, it will affect our confidence. Yes. Dress, like costume. Yes. The visit to Taiwan by the US House Speaker and veteran Democrat politician Nancy Pelosi has risked triggering a fourth Taiwan Strait crisis and dangerous escalation amid already worsening relations between the world's two biggest powers. Ms. Pelosi is the highest ranking US official to visit Taiwan in 25 years, the first by a House Speaker since Newt Gingrich's trip in 1997. That visit took place in the aftermath of the third Taiwan Strait crisis when China conducted missile tests in response to then Taiwan President Lee Teng-hui visiting the US. In a phone call on July 28, US, നോക്കാം. അപ്പോൾ തായ്വാനിലോട്ടുള്ള വിസിറ്റ് ബൈ US കേട്ടോ. തായ്വാനിലോട്ട് ആര് വരുന്നു? US-ൽ നിന്ന് ഒരു വിസിറ്റ്. ആരാ വിസിറ്റ് ചെയ്ത US-ൽ നിന്ന്? US സ്പീക്കർ ആൻഡ് വെറ്ററൻ ഡെമോക്രാറ്റ് പൊളിറ്റീഷ്യൻ, ഹൗസ് സ്പീക്കറും അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ ആ വെറ്ററൻ ഇടാൻ വിട്ടുപോയിട്ടോ, ഞാൻ വെറ്ററൻ ഇട്ട് തന്നേക്കാം. വെറ്ററൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് എന്നാണ് അർത്ഥം കേട്ടോ. എക്സ്പീരിയൻസ്ഡ് എന്നാണ് വെറ്ററൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എക്സ്പീരിയൻസ്ഡ് അതായത് നമ്മൾ വെറ്ററൻ എന്ന വാക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം.
ഇഡിയമാണ് ഓൾഡ് ഹാൻഡ് എന്ന് പറയും. ഓൾഡ് ഹാൻഡ്. വെറ്ററൻ ഡെമോക്രാറ്റ് പൊളിറ്റീഷ്യൻ ആണ്. പുള്ളിക്കാരുടെ പേരെന്താ? നാൻസി പെലോസി നാൻസി പെലോസി വരുന്നു. ആ പുള്ളിക്കാരി ഹാസ് റിസ്ക് ചെയ്യപ്പെട്ടു എന്ത്? ട്രിഗറിങ് എ ഫോർത്ത് തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസ്. 4ാമത്തെ തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസിനെ ട്രിഗർ ചെയ്തു. ആൻഡ് അത് മാത്രമല്ല എസ്കലേറ്റ് ചെയ്തു. അതൊരു പ്രശ്നമാക്കി അല്ലേ, കുറച്ച് അതിൻ്റെ ഒരു ഹൈക്ക് വന്നു. ഓൾറെഡി വേഴ്സണിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഈ നമ്മുടെ US-ഉം ചൈനയും തമ്മിൽ. അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കാനൊരു അവസ്ഥ വന്നു. അമിഡ്, ഈ ഒരു അവസരത്തിൽ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അമിഡ് അമംഗ്സ്റ്റിന്റെ അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് അമിഡ് കേട്ടോ. വേഴ്സണിങ് റിലേഷൻസ് ബിറ്റ്വീൻ ദ വേൾഡിന്റെ 2 പവേഴ്സ്. പെലോസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്കൊരു ഒരു ഹയസ്റ്റ് റാങ്കിങ് ഓഫീസറാണ്. തായ്വാൻ വിസിറ്റ് ചെയ്യുന്നതിലുള്ള ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് ഓഫീസറാണ്. അദ്ദേഹത്തെ ഇതിനുശേഷം 25 വർഷത്തിനിടയിലുള്ള 25 വർഷമായി ഇതിനു മുമ്പ് 25 വർഷമായി ഇതിനു മുമ്പുള്ള വിസിറ്റ് ചെയ്ത 25 മുമ്പ്. അപ്പോൾ അതായത് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത ഹൗസ് സ്പീക്കർ ആരാ? നമ്മുടെ ന്യൂട്ട് ഗിൻറിച്ച് എന്ന് പറയുന്ന ആളാണ് ആദ്യം വിസിറ്റ് ചെയ്തത്. അയാൾ വിസിറ്റ് ചെയ്തപ്പോഴാണ് പുള്ളി വിസിറ്റ് ചെയ്തത് 1997 അത് കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം വീണ്ടും നാൻസി പെലോസി എന്ന് പറയുന്ന പുള്ളിക്കാരി ട്രിപ്പ് ടു തായ്വാൻ. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്, അതിനെപ്പറ്റിയാണ്. അതാണ് ഇച്ചിരി എഴുതിയിൽ എണ്ണ ഒഴിക്കപ്പെട്ടത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ് അല്ലേ, എന്താണത് നടക്കുന്നത് നമുക്ക് നോക്കാം. ആ വിസിറ്റ് ഒരു ആഫ്റ്റർമാത്താണ്. ടിക് പ്ലേസ് ഇൻ ദ ആഫ്റ്റർമാത്ത് ഓഫ് തേർഡ് തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസ്. 3ാമത്തെ തായ്വാൻ സ്ട്രേറ്റ് ക്രൈസിസിന് ശേഷം അതിന്റെ ആഫ്റ്റർമാത്തായിട്ട്, അതിന്റെ റിപ്പർക്കഷനായിട്ട്, ഔട്ട്കം ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ പറ്റിയേ? അതെപ്പോഴായിരുന്നു? ചൈന എന്ത് ചെയ്തു? ഒരു മിസൈൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു ഇൻ റെസ്പോൺസ് ടു തായ്വാൻ. അന്ന് കാലത്തെ തായ്വാൻ ആ വിസിറ്റ്, ഈ പറയുന്ന 1997 വിസിറ്റിനെ പറ്റിയാണ് പറയുന്നത്, ഹിസ്റ്ററി. പണ്ടത്തെ നമ്മുടെ തായ്വാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ലീ ടെൻഹ്യൂ പുള്ളിക്കാരൻ്റെ US വിസിറ്റ് ചെയ്തതിൻ്റെ ആഫ്റ്റർമാത്തായിട്ടായിരുന്നു പുള്ളിക്കാരൻ ന്യൂട്ട് ഗിൻറിച്ച് വിസിറ്റ് ചെയ്തു, തായ്വാൻ വിസിറ്റ് ചെയ്തത്. അതാണ് 1997 ആദ്യമായിട്ട് സംഭവിച്ചത്. അതെല്ലാം 25 വർഷത്തിന് ശേഷം വീണ്ടും വരുന്ന വേറൊരു പ്രസിഡന്റ് ആണ്, ഹൗസ് സ്പീക്കറാണ് നമ്മുടെ നാൻസി പെലോസി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൺ കോളിൽ 28 ജൂലൈ 28 തീയതി US പ്രസിഡന്റ് ബൈഡൻ sought to assure his counterpart ഷീ ജിൻപിങ്, നമ്മുടെ ചൈനക്കാരൻ ഷീ ജിൻപിങ്ങിനെ വിളിക്കുന്നു, ദാറ്റ് ദി US പോളിസി ഹാസ് നോട്ട് ചേഞ്ച്ഡ്. US-ന്റെ പോളിസി ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് നേരത്തെ ഉള്ള പോളിസി തന്നെയാണ്, ഞങ്ങൾ അതുപോലെ തന്നെയാണ് പാലിക്കുന്നതെന്ന് ബൈഡൻ ഫോൺ കോൾ വിളിച്ചിട്ട് ജൂലൈ 28 തീയതി പറഞ്ഞു. ഷീ ജിൻപിങ്ങിനോട് പറഞ്ഞു, ഞങ്ങളുടെ US പോളിസിക്ക് ഒരു മാറ്റമില്ല കേട്ടോ, അത് അതുപോലെ തന്നെയാണ്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് സീം ടു ബി ദ വ്യൂ ഇൻ ബെയ്ജിങ്. പക്ഷേ ബെയ്ജിങ്ങാരത് കണ്ടത് ആ രീതിയിലല്ല. അവർ പറഞ്ഞതും ബെയ്ജിങ്ങാരത് ഉൾക്കൊണ്ടതും വേറെ രീതിയിലാണ്. ആസ് ചൈനസ് ഫോറിൻ മിനിസ്ട്രി പുട്ട് ഇറ്റ് ഓൺ August 2. In its view, Washington, going back to days of the Trump administration, has been gradually hollowing out its one China policy. In the call, Mr. Xi warned Mr. Biden that those who play with fire will perish by it, and said he hoped that the US will be clear-eyed about the consequences. Beijing has responded by announcing military drills near Taiwan. More countermeasures could follow. അടിപൊളി, ഈ പണി വളം പോകുന്നുണ്ടോ? അപ്പം ഇവർ രണ്ടുപേരും ഒരു പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് തിങ്. അപ്പോൾ പ്രസിഡന്റ് നമ്മുടെ ബൈഡൻ എന്ത് ചെയ്തു? ജൂലൈ 28 തീയതി നമ്മുടെ ഷീ ജിൻപിങ്ങിനെ വിളിച്ചു, പുള്ളിക്കാരനെ വിളിച്ചിട്ട് പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നമ്മൾ US-ന്റെ പോളിസി ചേഞ്ച് ഒന്നും വരുന്നിട്ടില്ല കേട്ടോ, അത് അതുപോലെ തന്നെ ഉണ്ടേ. പക്ഷേ ബെയ്ജിങ്ങാർ അത് ഉൾക്കൊണ്ടത് ആ രീതിയിലല്ല. എന്താ വെച്ചാൽ August 2 കഴിഞ്ഞ August 2 അല്ലേ, കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരൻ ഇവർ പറഞ്ഞ ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി മുന്നോട്ട് വെച്ച് പുട്ടിറ്റ്സ് അതെങ്ങനെയാണ് കോട്ട് ചെയ്ത് പറഞ്ഞത്, ഇതേപോലെ കോട്ട് ചെയ്ത് പറഞ്ഞ് എങ്ങനെയാണെന്നറിയോ? അവരുടെ വ്യൂവിൽ കോട്ട് ചെയ്ത് പറഞ്ഞാണ്, വാഷിംഗ്ടൺ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലഘട്ടത്തിലുള്ള പോലെ നേരെ ബാക്കോട്ട് പോവാണ്, റിസീഡ് ചെയ്യുവാണ്, അല്ലെ വീണ്ടും പഴയത്തിലോട്ട് തിരിച്ചു പോകുന്നെങ്കിൽ റിസീഡ് ചെയ്യുവാണ്, ഗോയിങ് ബാക്ക് ടു ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ സമയത്തുള്ള പോലെ പോകുന്നതെന്ന് പറയുന്നത് എന്ത് ചെയ്യുവാണ്? ഹോളോ ഔട്ട് ചെയ്യുവാണ്. യു ആർ റിമൂവിങ് ദി ഇൻസൈഡ് ഓഫ് ഇറ്റ്. നിങ്ങൾ അതിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ചൈനയുടെ വൺ പോളിസിയെ നിങ്ങൾ റിമൂവ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് സംതിങ് ഗുഡ് അല്ലേ, അത് നല്ല രീതിയിലല്ല പറയുന്നത്. ഫോറിൻ മിനിസ്റ്റർ പറയുന്നു നോട്ട് ഗുഡ്. ആ കോളിൽ ഷീ ജിൻപിങ് പറഞ്ഞ എന്താണ്? ബൈഡനോട് പറഞ്ഞു, ബൈഡൻ മോനെ ബൈഡാ, നീ ഓർത്തോ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, തീ കൊണ്ട് കളിച്ചാൽ തീ കൊണ്ട് തന്നെ നിങ്ങൾ നശിക്കും. ദോസ് ഹൂ പ്ലേ വിത്ത് ഫയർ വിൽ പെറിഷ് ബൈ ഇറ്റ്. ശ്രദ്ധിച്ചോ ബൈഡൻ, നീ ശ്രദ്ധിച്ചോ, നീ ഓർത്തു വെച്ചോ, നീ തീ കൊണ്ടാണ് കളിക്കുന്നത്, തീ കൊണ്ട് കളിച്ചാൽ തീ തന്നെ നിങ്ങളെ നശിപ്പിക്കും, നിന്റെ നാശം തീ കൊണ്ട് തന്നെയായിരിക്കും അല്ലേ. വാളെടുക്കുന്നവൻ വാളാല്ലേ പറയില്ലേ നമ്മുടെ പത്രോസിനോടാന്ന് തോന്നുന്നു, അത് തന്നെ പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറയുന്നേക്കാം അല്ലേ, വാളെടുക്കുന്നവൻ വാളാലെ, വെറുതെ വാളെടുക്കേണ്ടത് പത്രോസെ, വാളെടുത്താൽ നീ വാളാലെ പോകും അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, നമ്മൾ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് തന്നെ കിട്ടൂല ആ സാധനം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അപ്പോൾ തീ എടുത്താൽ തീ കൊണ്ട് തന്നെ നശിക്കുമെന്ന് ബൈഡനോട് ആര് പറഞ്ഞു? ഷീ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ബൈഡൻ കൂട്ടാ ഓർത്തു എന്നുള്ള പറഞ്ഞേ. അപ്പോൾ ഇതാണ് കാര്യവും. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ആൾ വന്നല്ലോ വീണ്ടും. എന്താണ്
കോയ നിർത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് കഥ. എന്നിട്ട് പറഞ്ഞു US കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ആവണം. കണ്ണ് തുറന്ന് നോക്കുക എന്നാൽ കാണാം അല്ലേ, കണ്ണ് തുറന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് കണ്ണ് തുറന്ന് നോക്കുക, അപ്പോഴാണ് കുറച്ചൊരു വിഷൻ ക്ലിയർ ആവും. കണ്ണ് തുറന്ന് കാണുക എന്ന് ആര് പറഞ്ഞു? ഷീ ആരോട്? US പറയാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ അനന്തരഫലം വളരെ മോശമായിരിക്കും, നിങ്ങളത് അതിൻ്റെ അനന്തരഫലങ്ങളും കൂടെ ഓർത്തു വെച്ചോ, ഇല്ലെങ്കിൽ അത് വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തോളാൻ പറഞ്ഞു. അതിന് പകരമായിട്ട് ഇവരെന്ത് ചെയ്തു? ബീജിംഗ് റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാണ്? മിലിറ്ററി ഡ്രിൽസ് നടത്തി. എവിടെ? നിയർ തായ്വനിൽ മിലിറ്ററി ഡ്രിൽസ് നടത്തി. ഇത് മാത്രമല്ല, ഇനി കൗണ്ടർ മെഷേഴ്സ് വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അൺഅവോയ്ഡബിൾ ക്രൈസിസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് ലേറ്റസ്റ്റ് ക്രൈസിസ്. ഈ ലേറ്റസ്റ്റ് ക്രൈസിസ് കംസ് അറ്റ് എ ടൈം വെൻ ചൈന US. എപ്പോഴാണ് ഇത് വന്നേ? ഈ ഒരു ക്രൈസിസ് ഉണ്ടായ സമയം നോക്കി, കറക്റ്റ് ടൈമിംഗ്. വെൻ ചൈന US റിലേഷൻസ് ആർ ഓൾറെഡി ഓൺ എച്ച്. അല്ലേ തന്നെ ചൈനയുടെ USന്റെ കാര്യം ഒന്നും പറയേണ്ട, കയ്യാലപ്പുറത്തെ തേങ്ങയാണ് അല്ലേ. വളരെ ടെൻസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്, ഓൾറെഡി ടെൻസ് ആയിട്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് അടുത്ത കൂനിൽ മേൽ കുരു എന്ന് പറയുന്ന പോലെ വരുന്നു. ലെറ്റ്സ് സീ അല്ലേ. This explains why even officials in Biden administration and US military had called on Ms. Pelosi to reconsider. Ironically, that prospect was likely diminished by China's stern public warnings, which all but ensured the trip would go ahead, as a cancellation would have been politically costly for the Biden administration. Domestic political consideration appeared to be driving both sides in their respective corners in this entirely avoidable crisis. Mr. Xi is 3 months away from a politically sensitive party congress that will mark the start of his third term. White House officials have made the point that Ms. Pelosi represents a different branch of government and members of Congress. നോക്കാം, അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി എന്താണ് വരാൻ പോകുന്നത് നോക്കണ്ടേ? ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി തിങ്സ്. നോക്കാം, എന്താ നോക്കാം. ഓക്കെ പിള്ളേരെ, പറഞ്ഞു വന്നതാണേ ഇത്. അപ്പോൾ ഇത് ഓൾറെഡി ചൈനയും ഇവരുടെ കയ്യിലപ്പുറത്തെ തേങ്ങ അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ ഒഫീഷ്യൽസ് പറയുന്നതാണ്. ആൻഡ് US മിലിറ്ററി കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ ഒഫീഷ്യൽസും അതുപോലെ US മിലിറ്ററിയിലുള്ളവരും പറയുന്നതാണ്. പെലസ്കി വിളിച്ച് എന്തുകൊണ്ടാണ്? ഹാഡ് കോൾഡ് ഓൺ വിസിറ്റ് ചെയ്തു പെലസ്കി. എന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, പെലസ്കി ഒന്നുകൂടി റീകൺസിഡർ ചെയ്താൽ കൊള്ളാമായിരുന്നു അല്ലേ, ഇതൊന്ന് റീകൺസിഡർ ചെയ്യുക. കാര്യം നമുക്ക് തായ്വാനിലെ കാര്യം പോയ കാര്യമില്ല, ഒന്ന് റീകൺസിഡർ. ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്നത്, പക്ഷേ ഒന്നുകൂടി റീകൺസിഡർ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? ഐറണിക്കലി പാരഡോക്സിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊരു പ്രോസ്പെക്റ്റ്, ദാറ്റ് പ്രോസ്പെക്റ്റ്, ആ ഒരു ഹോപ്പ് അല്ല, ഇങ്ങനൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വാസ് ലൈക്ലി ഡിമിനിഷ്ഡ്. ഡിമിനിഷ് ചെയ്യപ്പെട്ടു, റെഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ ഒരു പോസിബിലിറ്റി കുറവാണ് ബൈ ചൈന സ്റ്റേൺ പബ്ലിക് വാർണിംഗ്. കാരണം ചൈന അങ്ങനത്തെ പബ്ലിക് വാർണിംഗ്, വളരെ സ്റ്റേൺ പബ്ലിക് വാർണിംഗ് ആണ് കൊടുത്തേക്കണേ. ആൻഡ് ഈ ട്രിപ്പ് അഷ്യൂർ ചെയ്തേക്കുന്നത് എന്താണ്? ഒരു ക്യാൻസലേഷന് വേണ്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രിപ്പ് ക്യാൻസലേഷന് വേണ്ടി ആകാനുള്ള കാര്യമുണ്ട്. പക്ഷേ ഇത് പൊളിറ്റിക്കലി വളരെ എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ്ലി മീൻസ് എക്സ്പെൻസീവ് ആണ്. അത് നമ്മുടെ ബൈഡനെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടില്ല. ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ ഒരു പറയുന്ന ക്യാൻസലേഷൻ നടത്തുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. വീണ്ടും അത് അഫോർഡ് ചെയ്യാനുള്ളൊരു രീതി ബൈഡന് പറ്റില്ല, ബൈഡൻ അഡ്മിനിസ്ട്രേഷന് പറ്റില്ല. അപ്പോൾ ഒരുപാട് ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട് രണ്ട് സൈഡിൽ നിന്നും. കാരണം വെച്ചാൽ ഇതിനെ എൻറ്റയർലി അവോയ്ഡ് ചെയ്ത് കളയേണ്ട ഒരു ക്രൈസിസ് ആണ്. ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ഒരുപാടുണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന്. അതായത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം US നിന്നും, ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ നമ്മുടെ ചൈനയിൽ നിന്നും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കൺസിഡറേഷൻ അവർക്ക് നടത്തണം. കാരണം ഇല്ലെങ്കിൽ എന്താ വഴിപാടും അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും. കാരണം ഷീയെ സംബന്ധിച്ചിടത്തോളം, പുള്ളിക്കാരൻ്റെ തേർഡ് ടേമാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഭരിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നതിൻ്റെ തേർഡ് ടേമാണ്. പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയ ഒരു സംഭവമാണ്. അപ്പം അവിടെയാണെങ്കിലും ഇത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഇവർക്ക് ഭേദം, അവോയ്ഡ് ചെയ്യുന്നതാണ് ഭേദം. എന്നാൽ വൈറ്റ് ഹൗസ് ഒഫീഷ്യൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയിന്റ് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു. മെയ്ഡ് ദ പോയിന്റ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, പെലസ്കി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന്റെ വേറൊരു ബ്രാഞ്ചിനെയാണ്, ഡെമോക്രാറ്റ് അല്ലേ പുള്ളിക്കാരി. അപ്പോൾ വേറൊരു ബ്രാഞ്ചിനെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ. മെമ്പേഴ്സ് ഓഫ് കോൺഗ്രസ് ഹാവ് ട്രാവൽ പ്രീവിയസ്ലി ടു തായ്വാൻ. വേറെ ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റും അതുപോലെ വേറെ ബ്രാഞ്ച് ഓഫ് കോൺഗ്രസും ആണ് പ്രീവിയസ്ലി. നേരത്തെ തായ്വാനിൽ വന്ന പഴയ ആളുടെ അല്ല, ഇത് വേറെയാണ്. ഞങ്ങൾ വേറെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് പെലോസി തായ്വാൻ വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. Let's see എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കിയേക്കാം. That the visit appears to have been driven largely by Ms. Pelosi, who has been sharply critical of China's policies in Tibet, Xinjiang and Hong Kong, rather than by the Biden administration, has not appeared to have assuaged Beijing. A sharp response in Beijing's view would dissuade other countries from engaging with Taiwan at higher political levels. It may also burnish Mr. Xi's status at home. The fact that neither side wants or can afford a military confrontation may yet see the current tensions diffuse, with each side walking away and claiming a show of strength of their domestic audiences. The latest crisis has, however, made clear the perilous state of relations. നോക്കാം,
രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടുപേർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനൊരു പ്രശ്നം. കാരണം ഈ വിസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡ്രിവൺ ചെയ്ത് എങ്ങനെയാണ് പെലസ്കി ഡ്രിവൺ ചെയ്ത് ലാർജ്ലി ഡ്രിവൺ ബൈ മിസ്റ്റർ പെലസ്കി ഡ്രിവൺ ചെയ്ത് പോകുന്ന പറഞ്ഞു വളരെ ക്രിട്ടിക്കലായ രീതിയിലാണ് പെലസ്കി ഇതിനെ കാണുന്നത്. ചൈനയുടെ പോളിസിനെ എല്ലാം വളരെ ക്രിട്ടിക്കലായിട്ട് കാണുന്നത്. കാരണം ചൈനയുടെ പോളിസി ടുവേർഡ്സ് എന്തിനോടാണ്? ടിബറ്റിനോടുള്ള പോളിസീസിനോട് നല്ല താല്പര്യം ഇല്ല പെലസ്കിക്ക്. ഷിങ്ജിയാങ്ങിനോടുള്ള പോളിസിയോട് നല്ല പോളിസിയായിട്ട് പെലസ്കിക്ക് തോന്നിയിട്ടില്ല. ഹോങ്കോങ്ങിനോടുള്ള പോളിസിയും നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം തന്നെ നോക്കിയേ റാദർ ദാൻ ബൈ. കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പിന്നെയും ഒത്തുകൊടുക്കും. എന്ത് കൊടുക്കും? കുഴപ്പമില്ല, ചൈനയല്ലേ, ചൈന പവർഫുൾ അല്ലേ, അപ്പോൾ ചൈനയ്ക്ക് എന്തു ആവാലോ അല്ലേ, ചൈനയ്ക്ക് എന്തു ആവാലോ എന്നാണ്. പക്ഷേ പെലസിയെ സംബന്ധിച്ച് പെലസി ഭയങ്കര ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ബെയ്ജിങ്ങിൻ്റെ പോളിസിയെ, അത് നല്ല ചൈനയുടെ പോളിസീസിനെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ റിലീവ് ചെയ്തിട്ടില്ല. നോട്ട് അപ്പിയർ ടു ഹാവ് റിലീവ്ഡ് ബെയ്ജിങ്. അത് ബെയ്ജിങ്ങിനെ റിലീവ് ചെയ്തിട്ടില്ല. കാരണം ക്രിട്ടിക്കലായിട്ടൊരു അപ്രോച്ച് കൊടുക്കുമ്പോൾ ബെയ്ജിങ്ങിന് അത് നല്ല രീതിയിലല്ല കൊടുക്കുന്നത്. ഒരു ഷാർപ്പ് റെസ്പോൺസ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ ബെയ്ജിങ്ങിൻ്റെ വ്യൂവിൽ പറയുന്നത്. അത് മറ്റു കൺട്രീസിനെ തായ്വാനിൽ എൻഗേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം കൊടുക്കാൻ പറ്റും. കാരണം അതാണ് ചൈനയുടെ ഇൻഫ്ലുവൻസ്. അത്ര ഹയർ പൊളിറ്റിക്കൽ ലെവലിൽ തായ്വാനിൽ ഒരു കാര്യത്തിലും ആരും ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ മാത്രം ഉള്ള രീതി നമുക്ക് ആരെ കൊണ്ട് പറ്റും? ചൈനയെ കൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റ് കൺട്രീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചൈനയെ കൊണ്ട് പറ്റും. അത് ഈ ഷീയുടെ ഭാഗത്തെ സംബന്ധിച്ചോളം പുള്ളിക്കാരനെ കുറച്ചുകൂടി എന്താക്കും? പുള്ളിനെ കുറച്ചുകൂടി പോളിഷ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ പോളിഷ് ഹിസ് പുള്ളിയുടെ സ്റ്റാൻഡ് കുറച്ചുകൂടി ഒന്ന് പോളിഷ് ചെയ്തൊന്ന് സെറ്റപ്പ് ആക്കാൻ ഈ ഒരു പുള്ളിയുടെ എല്ലാ ഇതിനും പറ്റുകയും ചെയ്യുന്നതാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. രണ്ട് സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നോർ ക്യാൻ അഫോർഡ്. രണ്ടുപേർക്കും ഈ ഒരു വഴക്കിൻ്റെ ആവശ്യമില്ല, വഴക്കിനോട് ഉള്ള താല്പര്യമില്ല, അത് അഫോർഡ് ചെയ്യാനും അവർക്ക് പറ്റില്ല. കാരണം ഒരു മിലിറ്ററി കൺഫ്രണ്ടേഷൻ യുഎസും ചൈനയും തമ്മിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അവരെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കാരണം ഇപ്പം തന്നെ ടെൻഷൻ, ആവശ്യത്തിലധികം ടെൻഷൻസ് ഉണ്ട് അല്ലെ, ഓൺ എഡ്ജാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ ഈസ് ടു വോക്ക് അവേ. അവരിൽ നിന്ന് എന്താ പറയുക, വലിയ പ്രശ്നങ്ങൾ തട്ടുകേടില്ലാതെ ഊരിപ്പോരുക. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ആൻഡ് മാത്രമല്ല അവരെ സംബന്ധിച്ചുള്ള അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് കുറച്ചൊരു സ്ട്രെങ്ത് ക്ലെയിം ചെയ്യുന്നുണ്ട് അവരുടെ ഡൊമസ്റ്റിക് ഓഡിയൻസസിന്. അതായത് ഷീയെ സംബന്ധിച്ചിടത്തോളം ചൈനക്കാരുടെ മുമ്പിൽ പിടിച്ചു വെക്കണമെങ്കിൽ കുറച്ചൊന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഒന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറയണം അല്ലേ, അത് വേണം. കാരണം അന്ന് ഡൊമസ്റ്റിക് ഓഡിയൻസിനൊന്ന് പ്രീതിപ്പെടുത്തണം. അന്ന് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ ഇതിനില്ല എന്നൊക്കെ പറഞ്ഞ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഓഡിയൻസിനെ ഒന്ന് പ്ലീസ് ചെയ്യണം. എന്നാലല്ലേ അവർക്ക് അവിടെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ അത് രണ്ടും അവിടെ എന്തായാലും നടന്നു. അല്ലാതെ ഒരിക്കലും ഇവർ തമ്മിലൊരു ഇതിൻ്റെ കാര്യം എന്തായാലും നടക്കില്ല. ഇറ്റ് ഇസ് ആൻ ഇൻഎസ്കേപ്പബിൾ, ഇറ്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ക്രൈസിസ് ആണ്. ക്രൈസിസ് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ അവരെന്തായാലും പയ്യെ തട്ടുകേടില്ലാതെ ഊരിപ്പോരും. ദ ലേറ്റസ്റ്റ് ക്രൈസിസ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പെർലെസ് ആക്കിയിട്ടുണ്ട്, കുറച്ച് ഹസാർഡസ് ഡേഞ്ചറസ് ആക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ഓഫ് റിലേഷൻസ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവരിപ്പം കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ആ ഒരു അവസ്ഥയിൽ കുറച്ചൊരു പ്രശ്നം വന്നിട്ടുണ്ട് ബിറ്റ്വീൻ ദ വേൾഡ്സ് ടു ബിഗസ്റ്റ് പവേഴ്സ്. ഇറ്റ് ഈസ് ലൈക്ലി ടു ബി ദ ലാസ്റ്റ്. പക്ഷേ ഇത് തീർന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അനലിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിറ്റിക്കൽ ആസ് വെൽ അല്ലെ. അനലിറ്റിക്കലാണ് അതുപോലെ ക്രിട്ടിക്കലാണ്. കുറച്ചൊരു വാർണിംഗ് തരുന്നുണ്ട്. അവസാനിപ്പിച്ചേക്കുന്ന ടോൺ കണ്ടോ, ക്രിട്ടിക്കലാണ്. ഏറ്റവും ഇത് തീർന്നു എന്ന് നീ വിചാരിക്കേണ്ടടാ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയേക്കുന്നത് ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണേ. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ സെൻറ്റൻസിലോട്ട് പോകാം. ലെറ്റ്സ് മൂവ് ടു ദി സെൻറ്റൻസ്. ഇന്നലത്തെ സ്പോട്ട് ദ റിക്വസ്റ്റിലോട്ട് പോകാം. ഓൾഡ് ഹാൻഡ് അതന്നെ. ഹിന്ദു ന്യൂസ് പേപ്പർ PDF ഇട്ട് ടെലിഗ്രാം ചാനൽ അറിയാമാർക്കെങ്കിൽ. ബാലൻസ് എക്സ്ട്രാ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ആരാ പറഞ്ഞേ? ആനകയാന്ന് തോന്നുന്നു അല്ലേ. ആരോ ഒരാൾ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്. ശ്രീദേവി ആണോ വേറൊരാളോ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. വിനു അഭിജിത്ത് പ്രകാശ് എന്ന ചാനലുണ്ട്, സിവിൽ സർവീസ് ഹസ്ബൻഡ് ന്യൂസ് പേപ്പർ കാണാറുണ്ട്. അഭിജിത്ത് പ്രകാശിൻ്റെ ചാനൽ ഓക്കെ എന്ന ചാനൽ ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അതെ, ബാലൻസ് എക്സ്ട്രയിൽ ആർട്ടിക്കിൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അതൊരു കുഴപ്പമുണ്ട്. തീക്കൊള്ളിയോട് തല ചൊറിയുക അല്ലേ, കൊള്ളാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ക്ലിയർ? എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ആണോ? എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇടാവേ. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇപ്പോൾ ഇടാട്ടോ അപർണ. In 2017, Nigeria had experienced a large outbreak with a case fatality ratio of approximately 3%. Cases continue to be reported. ഇതിവിടെ എന്താണ് എറർ പറയാമോ? ഹിന്ദുവിലെ എഡിറ്റോറിയൽ മാത്രം വായിച്ചാൽ മൊത്തം വായിക്കാനൊന്നും നിൽക്കണ്ട. അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഉസ്മാനെ, അത് നമ്മളെ വല്ലാണ്ട് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടിക്കും. നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. എഡിറ്റോറിയൽ വായിച്ചാൽ മതി, എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വായിച്ചാൽ മതി കേട്ടോ. എഡിറ്റോറിയൽ വായിച്ചാൽ മതി. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ന്യൂസൊക്കെ ഒന്ന് അതറിയാലോ, അത് കുറച്ചുകൂടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസും നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എഡിറ്റോറിയലിൽ വായിച്ചാൽ മതി, അത് മതി. ഓക്കെ,
ശ്രദ്ധിച്ചോണം. അപ്പം പറഞ്ഞാൽ ലിങ്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് അല്ലേ, ഞാൻ ഇടാം കേട്ടോ, ഇപ്പം തന്നെ ഇടാവേ. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ ആ സാധനം, എടുത്തോട്ടെ. അപ്പോൾ ഡെയിലി ക്വിസസ് ഒക്കെ ഉണ്ട്, നിങ്ങളതിൽ പരമാവധി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു, ഇതാണ് ടെലിഗ്രാം ചാനൽ. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ഡെയിലി ക്വിസസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞു. ഇൻ 2017, 2017 നൈജീരിയ ഹാഡ് എക്സ്പീരിയൻസ് എ ലാർജ് ഔട്ട്ബ്രേക്ക് വിത്ത് എ കേസ് ഓഫ് ഫേറ്റാലിറ്റി റേഷ്യോ അപ്രോക്സിമേറ്റ്ലി 3%. കേസസ് കണ്ടിന്യൂ ടു ബി റിപ്പോർട്ടഡ്. പറയാമോ എന്താ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ? പറയൂ കുട്ടികൾ. പറയാവോ? പറയോ? എന്താ ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞു, ഇന്നലെ കൂടെ പറഞ്ഞോളൂ. ഹാഡ് അവിടെ വരുമോ? ഇല്ല. കറക്റ്റ് ഓർക്കുക, അഡ്വേർബ് ഓഫ് ടൈം ആണല്ലേ, അഡ്വേർബ് ഓഫ് പാസ്റ്റ് ടൈം. അഡ്വേർബ് ഓഫ് പാസ്റ്റ് ടൈം ആണ്. എന്ത് ഈ പറയുന്ന ഇയർ, ഇന്നൊരു ഇയർ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഓർക്കണം, അഡ്വേർബ് ഓഫ് പാസ്റ്റ് ടൈം ആണ്. അത് വന്നെങ്കിൽ പിന്നെ നമുക്കവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ വേറെ ഒന്നിനും ഉപയോഗമില്ല, സിമ്പിൾ പാസ്റ്റ് മാത്രം ഉപയോഗിക്കും. അപ്പോൾ ഹാഡ് ഇവിടെ കൊടുക്കരുത്, V2 കൊടുക്കുക. കാര്യം നമ്മളവിടെ സിമ്പിൾ പാസ്റ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ. അഡ്വേർബ് ഓഫ് പാസ്റ്റ്, എഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ സിമ്പിൾ പാസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം റിസർവ്ഡ് ആണ്. അഡ്വേർബ് ഓഫ് പാസ്റ്റ് ടൈം ഇൻ 2017, യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഇയർ എന്നൊക്കെ ഉള്ളതൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇറ്റ് ലെൻഡ്സ് ക്രെഡൻസ് ടു ദി അഡ്മിനിസ്ട്രേഷൻസ് ക്ലെയിംസ് ദാറ്റ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് സക്സസ്ഫുൾ ഓപ്പറേഷൻസ് ഓവർ ദ ഹൊറൈസൺ വിതൗട്ട് ബേസിംഗ് ട്രൂപ്സ് ഇൻ കൺട്രീസ് സച്ച് ആസ് അഫ്ഗാനിസ്ഥാൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത പിള്ളേരെ, എന്നിട്ട് എനിക്ക് കോമന്റ് സെക്ഷനിൽ ആൻസർ തരാൻ മറക്കരുത് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കണ്ടുപിടിക്കാനും എളുപ്പമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്തായാലും കോമന്റ് സെക്ഷനിൽ തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ 10th മെയിൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു 2530 രൂപയ്ക്ക് കോഴ്സ് ഫീ നിങ്ങൾക്ക് കോഴ്സ് ഫീ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സി ഓഫേഴ്സ് കൊടുക്കുക, അതിൽ Y314 ഇട്ട് കൊടുത്താൽ 2530 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. 10th ലെവൽ മെയിൻസിൻ്റെ ക്ലാസ്സുകളാണ്, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം. പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. 22-ാം തീയതി ക്ലാസ് തുടങ്ങി, ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പഠിക്കണം. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ 60 ദിവസത്തെ ക്രാഷ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? വന്ന് ജോയിൻ ചെയ്യുക. 1952 രൂപയാണ് കോഴ്സ് ഫീ. ധൈര്യമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. കോഡ് മറക്കണ്ട, Y314, കൂപ്പൺ കോഡ് Y314, Y314. ഓക്കെ, ഇന്ന് 3 മണിക്ക് ഞാൻ വൊക്കാബുലറി കുറച്ച് ക്ലാസ്സുകളായിട്ട് കേട്ടോ. നമുക്ക് ദേവസ്വം ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഡിഗ്രി പ്രിൻസും ഏത് ക്ലാസ് ആണോ നമ്മൾ 10th മെയിൻസ് ഒക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി 3 മണിക്ക് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. യൂട്യൂബിൽ കുറച്ച് വൊക്കാബുലറി ആയിട്ട് വരാം, വൊക്കാബുലറി സെഷനുമായിട്ട് കാണാം. അപ്പോൾ 3 മണിക്ക് സ്റ്റേ ട്യൂൺഡ്, ഐ വിൽ ബി ദെയർ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നവരും ആലോചിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കോമന്റ് സെക്ഷനിൽ ആൻസർ തരാനും മറക്കണ്ട. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ് 8:30 അടുത്ത ദിവസം, നാളെ രാവിലെ 8:30 വരും. പക്ഷേ ഇന്ന് 3 മണിക്ക് വൊക്കാബുലറി ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ മറക്കണ്ട, പറഞ്ഞ പോലെ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. പുറത്തോട്ടൊന്നും അധികം ഇറങ്ങണ്ട, സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ പഠനം ഉഷാറായിട്ട് നടക്കട്ടെ, തകൃതിയായിട്ട് നടക്കട്ടെ. ബൈ, ടേക്ക് കെയർ.